മുഅ്മിനീങ്ങൾക്ക് ഓശാരമായി നൽകുന്നതാണ് ഈമാൻ എന്ന് പറഞ്ഞതാണ്. ഇതിൽ നമുക്ക് യാതൊരു ഇടപെടലുകളും ഇല്ല, ആർക്കുമില്ല. ഒരു നബിക്കില്ല, ഒരു റസൂലിനില്ല, ഒരു വലിയനില്ല, ഒരു ശൈഖിനില്ല. ആർക്കും ഒരു മുഅ്മിനിന് ഈമാൻ നൽകുന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള ഇടപെടലുകളും അള്ളാഹു പരിഗണിക്കുകയില്ല. ഭാര്യയുടെ കാര്യത്തിൽ നൂഹ് നബിന്റെ ഇടപെടൽ അള്ളാഹു പരിഗണിച്ചില്ല. അതേപോലെ ഭാര്യയുടെ കാര്യത്തിൽ ലൂത്ത് നബിന്റെ ഇടപെടൽ അള്ളാഹു പരിഗണിച്ചില്ല. അബൂ താലിബിന്റെ കാര്യത്തിൽ അഷ്റഫുൽ ഖൽക്കിന്റെ ഇടപെടൽ അള്ളാഹു പരിഗണിച്ചില്ല. മകന്റെ ബാപ്പാന്റെ കാര്യത്തിൽ ഇബ്രാഹിം നബിന്റെ ഇടപെടൽ അള്ളാഹു പരിഗണിച്ചില്ല. മകന്റെ കാര്യത്തിൽ നൂഹ് നബിന്റെ ഇടപെടൽ അള്ളാഹു പരിഗണിച്ചില്ല. ഇതൊക്കെ പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിനുമായി നമുക്ക് മനസ്സിലാക്കി തന്ന ഉദാഹരണങ്ങളാണ്. എന്തിനാണ് ഈ ഉദാഹരണം നമുക്ക് പറഞ്ഞു തരുന്നത്? നമ്മുടെ ഈമാന്റെ കാര്യത്തിനും അങ്ങനെ ഒരു ഇടപെടലിനെയും അള്ളാഹു പരിഗണിച്ചിട്ടില്ല. നമ്മൾ മാതാപിതാക്കൾ മുസ്ലിമീങ്ങളാണ് എന്നതിന്റെ പേരിലോ, അല്ലെങ്കിൽ മുസ്ലിം പാരമ്പര്യ കുടുംബത്തിൽ ജനിച്ചവരാണ് എന്നതിന്റെ പേരിലോ, അല്ലെങ്കിൽ ഒരു പണ്ഡിതന്റെ മക്കളായി ജനിച്ചത് കൊണ്ടാണ് എന്നതിന്റെ പേരിലോ, അല്ലെങ്കിൽ ഒരു സയ്യിദിന്റെ മക്കളായി ജനിച്ചതിന്റെ പേരിൽ അങ്ങനെ പേരിലോ, അങ്ങനെ ഒരു അഡ്രസ്സും അള്ളാഹു തആല ഹിദായത്ത് സപ്ലൈ ചെയ്ത കാര്യത്തിൽ പരിഗണിക്കാറില്ല. ഇതാണ് നമ്മൾ പറഞ്ഞു വന്ന വിഷയം. അപ്പൊ ഈമാൻ എന്താണെന്നും ഈമാൻ കൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്നും നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ഒന്ന് അള്ളാഹുവിനെ അറിയുക, രണ്ടാമത്തത് അള്ളാഹുവിനെ അംഗീകരിക്കുക. ഒന്ന് മഅരിഫത്തുള്ള അള്ളാഹുവിനെ അറിയുക, രണ്ടാമത്തത് അൽ ഈമാനു ബില്ല അള്ളാഹുവിനെ അംഗീകരിക്കുക. രണ്ടും രണ്ടാണ്. അള്ളാഹുവിനെ അറിഞ്ഞു എന്തുകൊണ്ട് മാത്രം അംഗീകരിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. അറിഞ്ഞവരൊന്നും എല്ലാവരും അംഗീകരിച്ചിട്ടുമില്ല. അബൂ താലിബ് നന്നായി അള്ളാഹുവിനെ അറിഞ്ഞ ആളാണ്, പക്ഷെ അള്ളാഹുവിനെ അംഗീകരിക്കാൻ അബൂ താലിബിന് കഴിഞ്ഞിട്ടില്ല. അബൂ ജഹൽ അള്ളാഹിനെ അറിഞ്ഞ ആളാണ്, അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അബൂ ജഹലിന്റെ മകൻ ഇക്രിമ അള്ളാഹുവിനെ അറിഞ്ഞു, അംഗീകരിക്കുകയും ചെയ്തു. ഇതാണ് വിഷയം. അറിഞ്ഞു എന്നതുകൊണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിലും അള്ളാഹുവിനെ അറിഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്. എത്രയോ ശാസ്ത്രജ്ഞന്മാരുണ്ട്, എത്രയോ ജൂത നസാറ സമൂഹത്തിൽപ്പെട്ടവരുണ്ട് അള്ളാഹുവിനെ അറിഞ്ഞവർ, ഈ പ്രപഞ്ചത്തിനൊരു നാഥനുണ്ടെന്ന് ബോധ്യപ്പെട്ടവർ. പക്ഷെ അംഗീകരിക്കുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. അംഗീകാരത്തിലാണ് നാം ഈ പറഞ്ഞതുപോലെ തൗഫീഖ് നസീബാവേണ്ടത്. അറിയാൻ പലതരത്തിലും അറിയാം. നാം മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട് അറിയാനുള്ള 4 മേഖലകൾ. ഒന്ന് അൽ അദില്ലത്തു നഖ്ലിയ, രേഖാമൂലമുള്ള തെളിവുകൾ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ അറിയുക. ഏതാണ് രേഖാമൂലമുള്ള തെളിവ്? വഹയ്യിന്റെ അറിവുകളാണ്, വഹയ്യിന്റെ ഇൽമുകളാണ്. ആകാശത്തിൽ നിന്ന് വഹ്യ് മുഖേന ഇറങ്ങിയ ആയാത്തുകളാണ് രേഖാമൂലമുള്ള തെളിവ്. രണ്ടാമത്തത് അൽ അദില്ലത്തുൽ അഖ്ലിയ, ബുദ്ധി. മനുഷ്യൻ അള്ളാഹു നൽകിയ ബുദ്ധി ഉപയോഗിച്ച് ചുറ്റുപാടുകളെ ബോധ്യപ്പെടുത്തി അതിന്റെ പിറകിൽ ഒരു സൂത്രധാരകനുണ്ട് എന്ന അറിവാണ് രണ്ടാമത്തെ അറിവ്. അള്ളാഹുവിനെ അറിയാനുള്ള രണ്ടാമത്തെ വഴി അതാണ്. മൂന്നാമത്തെ വഴി നമ്മുടെ ഫിത്തരിയായ അറിവുകളാണ്. അൽ അദില്ലത്തുൽ ഫിത്തരിയ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അതായത് ജന്മനാ കിട്ടുന്ന ഗുണം, ജന്മനാ കിട്ടുന്ന ഫിത്രത്തിന്റെ ഗുണം. അള്ളാഹു താല ജന്മനാ തന്നെ അള്ളാഹുവിനെ അറിയാൻ പാകത്തിലാണ് മനസ്സിനെ സംവിധാനിച്ചിരിക്കുന്നത്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ കുഞ്ഞും ജനിക്കുന്നത് അള്ളാഹുവിനെ അറിയാൻ പാകത്തിലാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവന്റെ മനസ്സിന്റെ ദിശയെ വേണ്ടപ്പെട്ടവർ മാറ്റുകയാണ്. ഫഅബവാഹു യുഹവ്വിദാനിഹി, മാതാപിതാക്കൾ അവനെ ജൂതനാക്കുന്നു. വയുനസ്സിറാനിഹി, അവനെ ക്രിസ്ത്യാനിയാക്കുന്നു. വയുമജ്ജിസാനിഹി, അവനെ മജൂസിയാക്കുന്നു. എന്ന് വെച്ചാൽ അർത്ഥം ഈ കുഞ്ഞ് വളർന്നു വരുന്തോറും ആരുടെ കസ്റ്റഡിയിലാണോ ഈ കുഞ്ഞുള്ളത് അവന്റെ മനസ്സിന്റെ ദിശയെ അവരുടെ വിശ്വാസത്തിലേക്ക് അവരാണ് നീക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യ കുഞ്ഞ് ജനിച്ച് വീഴുന്നത് അള്ളാഹുവിനെ മാത്രം ഉൾക്കൊള്ളാൻ പാകമായ മനസ്സുമായിട്ടാണ്. ബാക്കി അള്ളാഹു അല്ലാത്ത ഒരു ശക്തി, അള്ളാഹു അല്ലാത്തൊരു വ്യക്തി, അള്ളാഹു അല്ലാത്തൊരു വസ്തു, അള്ളാഹുവിന്റെ ഗുണങ്ങളിലോ അള്ളാഹുവിന്റെ നാമങ്ങളിലോ അള്ളാഹുവിന്റെ റുബൂബിയത്തിലോ അഥവാ അവന്റെ ഉടമസ്ഥതാധികാരത്തിലോ അള്ളാഹിന്റെ ഉലൂഹിയത്തിലോ അഥവാ അള്ളാഹുവിന്റെ ആരാധനാവകാശത്തിലോ ഒരു തരത്തിലും ഒന്നും ഇടപെടാൻ പറ്റാത്ത രീതിയിൽ മനസ്സ് അള്ളാഹുവിലേക്ക് മാത്രമായ രീതിയിലാണ് അള്ളാഹു ഒരു മനുഷ്യ കുഞ്ഞിനെ ജനിപ്പിക്കുന്നത്. ഒരു ഹിന്ദുവിന്റെ കുഞ്ഞായാലും ക്രിസ്ത്യാനിയുടെ കുഞ്ഞായാലും മജൂസിയുടെ കുഞ്ഞായാലും ജൂതന്റെ കുഞ്ഞായാലും നിരീശ്വരവാദിയുടെ കുഞ്ഞായാലും ഏത് ബാപ്പാക്ക് ജനിച്ച കുഞ്ഞായാലും
ഏത് ഗർഭാശയത്തിൽ വളർന്ന കുഞ്ഞായാലും ജനിച്ചു വീഴുന്നത് ഫിത്രത്തിലാണ്. ഇതാണ് മൂന്നാമത്തെ അറിവ്. നാലാമത്തെ അറിവ് അൽ അദില്ലത്തുൽ ഹിസ്സിയ, അനുഭവജ്ഞാനങ്ങളാണ്. ഓരോ മനുഷ്യനും അവന്റെ വ്യക്തി ജീവിതത്തിൽ അള്ളാഹുവിന്റെ ഇടപെടലുകൾ ബോധ്യപ്പെട്ട രംഗങ്ങൾ ഉണ്ടാവും. വ്യക്തിപരമായിട്ടുണ്ടാവും, അടുക്കള കാര്യത്തിലുണ്ടാവും, അങ്ങാടിക്കാര്യത്തിലുണ്ടാവും, അന്താരാഷ്ട്ര കാര്യത്തിലുണ്ടാകും, എങ്ങനെ ആത്മീയ കാര്യത്തിലും ഉണ്ടാവും, ചിലപ്പോൾ ഭൗതിക കാര്യത്തിലുണ്ടാകും, ബിസിനസ്സുകൾ കൈകാര്യം ചെയ്യുമ്പോഴും ഉണ്ടാകും, അതേപോലെ തന്നെ ആരോഗ്യ കാര്യങ്ങളിലും ഉണ്ടാകും. പല കാര്യത്തിലും അള്ളാഹുവിന്റെ നേരിട്ടുള്ള ഇടപെടൽ അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കും, മനുഷ്യർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കും. അതിലൂടെ ആ ബോധ്യപ്പെടലിലൂടെ അവൻ അള്ളാഹുവിനെ അറിയാൻ ശ്രമിക്കും. ഇതെല്ലാം അറിവുകളുടെ വഴിയാണ്. അറിഞ്ഞു എന്നതുകൊണ്ട് അംഗീകരിക്കാൻ കഴിഞ്ഞോളന്നില്ല. അറിഞ്ഞു എന്നതുകൊണ്ട് അംഗീകരിക്കുക എന്നുള്ളത് തൗഫീഖുമായി ബന്ധപ്പെട്ടതാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എന്താണ് പറയുന്നത് എന്ന് നന്നായിട്ട് ആസറിന് അറിയാം. റസൂലുള്ളാഹി തങ്ങൾ എന്താണ് പറയുന്നത് എന്ന് നന്നായിട്ട് അബൂ താലിബിന് അറിയാം. ബാപ്പ എന്താണ് പറയുന്നത് എന്ന് നന്നായി ബാപ്പാന്റെ മോനായ നൂഹ് നബിന്റെ മോൻ കന്നാൻ അറിയാം. പക്ഷേ അറിഞ്ഞതുകൊണ്ടാവുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞത്, അല്ലാഹു തആല ഇഷ്ടപ്പെട്ട വ്യക്തികളെ തെരഞ്ഞുപിടിച്ച് അവർക്ക് അംഗീകരിക്കാനുള്ള സൗഭാഗ്യം നൽകുകയാണ്. അതിലാർക്കും ഇടപെടലില്ല. അപ്പം നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഓരോരുത്തരും കിട്ടിക്കഴിഞ്ഞവരെ പറ്റി അവരവർക്ക് കിട്ടിയതിനെ പറ്റി ആലോചിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അവരവർക്ക് കിട്ടിയതിന്റെ വില മനസ്സിലാവാതെ മറ്റുള്ളവർക്ക് കിട്ടാത്തതിന്റെ ദുഃഖം പ്രകടിപ്പിക്കുന്നതിൽ കാര്യമില്ല. ഒന്ന് സൗകര്യപ്പെടുത്തി കൊടുത്തൊരു ഒരു കസേര ഇവിടെ ഉണ്ട്, ഇതങ്ങോട്ടോ. ഇതാണ് കാര്യം. എന്താ പറഞ്ഞ, ഇവർക്കൊക്കെ അംഗീകരിക്കുക എന്നത് അള്ളാഹുവിൽ നിന്ന് കിട്ടേണ്ട ഒരു പ്രത്യേക സൗഭാഗ്യമാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും നമുക്ക് കിട്ടിയതിന്റെ വിലയെ പറ്റി ആയിരിക്കണം ചിന്തിക്കേണ്ടത്. നാം നമുക്ക് കിട്ടിയതിനെ അതിന്റെ വില മനസ്സിലാകാതെ കിട്ടാത്തവരെ പറ്റി വിലപിക്കുന്ന രീതിയാണ് നമ്മൾ കാണുന്നത്. കിട്ടാത്തവരെ പറ്റിയുള്ള വിലാപം പിന്നീടുള്ള കാര്യമാണ്. കിട്ടാത്തവർക്ക് കിട്ടാൻ നമ്മുടെ ഭാഗത്തുനിന്നുള്ള പരിശ്രമം നമുക്ക് കിട്ടിയതനുസരിച്ച് നാം എങ്ങനെ ജീവിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്. മറ്റുള്ളവർക്കുള്ള ദഅവത്ത് നാം നമ്മുടെ ജീവിതത്തെ അതനുസരിച്ചാക്കി തീർക്കലാണ്. നമ്മുടേതോ നമുക്ക് കിട്ടിയതിനെ പൊന്നുപോലെ സൂക്ഷിക്കലുമാണ്. നാം നമുക്ക് കിട്ടിയതിനെ പൊന്നുപോലെ സൂക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണഫലങ്ങളായിരിക്കണം മറ്റുള്ളവർക്ക് ഹിദായത്തിന് കാരണമായി തീരേണ്ടത്. നാം ഒരു നാട്ടിൽ ജീവിക്കുന്നു, മറ്റേ പരിസരത്ത് കുറെ മുശ്രിക്കീങ്ങളാണ്, കുറെ കാഫിരീങ്ങളാണ്, കുറെ മറ്റുള്ള മതക്കാരാണ്, കുറെ മുൽഹിദീങ്ങൾ വിചാരിച്ചോളി. അവർക്കുള്ള ദഅവത്ത് എന്താണ്? നമ്മൾ രാവിലെ എല്ലാവരും പെരക്കേറിയിട്ട് വഅദ് പറയലാണോ? ഓരോ ഹിന്ദുവിന്റെയും പെരക്കേറിയിട്ട് അല്ല. നാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ അനുസരിച്ച്, മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമ അനുസരിച്ച് ജീവിക്കലാണ് 24 മണിക്കൂർ. അതാണ് മറ്റുള്ളവർക്കുള്ള ദഅവത്ത്. ആ ജീവിതം അവരിൽ സ്വാധീനമുണ്ടാക്കണം. നിങ്ങൾ എന്താണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങളൊരു പ്രത്യേക ചിട്ടയാണല്ലോ. അതെ, ഞാൻ അള്ളാഹുവിന്റെ വഹ്ദാനിയത്ത് അംഗീകരിച്ചൊരുത്തനും റസൂലുള്ളാഹി തങ്ങളുടെ റിസാലത്ത് അംഗീകരിച്ചൊരുത്തനുമാണ്. അതനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്കിതിന് കണക്ക് നാളെ പറയേണ്ടതുണ്ട്. ഇതവനിക്ക് ദഅവത്തായി. ദീനുൽ ഇസ്ലാമിനെ ഉൾക്കൊള്ളൽ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ. ഈമാൻ ബിളഉൻ വസബ്ഊന ശുഅബ. ഈമാൻ 70 ചില്ലാൻ ശാഖകളാണ്. അതിൽ ഏറ്റവും ഒന്നാം നമ്പർ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാന്റെ വഹ്ദാനിയത്ത് അംഗീകരിക്കലാണ്. വഅദിനാഹ, ഈമാനിൽ 70ാമത്തെ നമ്പർ ഇമാത്തത്തുൽ അദാ അനി തരീഖ്, വഴിയിൽ നിന്ന് തടസ്സങ്ങൾ നീക്കലാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയം എന്താണ്? 70ാമത്തെ ഐറ്റമാണ് ഈമാന്റെ. അതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുതും ഇവിടെ. കാരണം ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്റിയല്ലല്ലോ കൊണ്ട് തീർന്നത് നമുക്ക്. പക്ഷെ 70ാമത്തെ ഐറ്റമാണ് നമ്മൾ ഏറ്റവും വലുതായിട്ട് കാണുന്നത്. പക്ഷെ അത് കാണുന്നുണ്ടോ നമ്മൾ? ഇല്ല. ഉദാഹരണത്തിന് പറയാം, ഇവിടെ ഒരു നാടിന്റെ ഉദാഹരണം പറയാം നമുക്ക്. ഒരു സാധാരണ പറയുന്ന ഒരു കണ്ണൂരിൽ നിന്ന് തളിപ്പറമ്പിലേക്കുള്ള യാത്ര, റോഡ് ബൈ റോഡ്.
കണ്ണൂർ എന്ന തളിപ്പറമ്പിലേക്കുള്ള യാത്ര. നമ്മൾ രാവിലെ തളിപ്പറമ്പിലേക്ക് കണ്ണൂരിൽ നിന്ന് പോന്നു കാറില്. തെങ്ങിൽ നിന്ന് ഒരു മടല് എന്താ പറയാ, മടല് റോട്ടിൽ വീണ് കിടക്കുന്നു. നമ്മൾ കാറ് തെറ്റിച്ച് നമ്മൾ തളിപ്പറമ്പിലേക്ക് പോയി. വൈകുന്നേരം തളിപ്പറമ്പെന്ന് കണ്ണൂരേക്ക് തിരിച്ചു വരുമ്പോഴും ആ മട്ടല് റോട്ടിൽ കിടക്കുന്നു. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരൊറ്റൊരു മൂമിനും ആ റോട്ടിലൂടെ യാത്ര ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കണം. അതാണ് ഹദീസ് പറഞ്ഞിരിക്കുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരൊറ്റൊരു മൂമിനും ആ റോട്ടിലൂടെ യാത്ര ചെയ്തിട്ടില്ല. ഒന്നിക്കിൽ യാത്ര ചെയ്തത് മുനാഫിക്കാണ്, അല്ലെങ്കിൽ യാത്ര ചെയ്തത് മുശ്രിക്കാണ്, അല്ലെങ്കിൽ യാത്ര ചെയ്തത് കാഫിറാണ്, അല്ലെങ്കിൽ യാത്ര ചെയ്തത് മുൽഹിദാണ്, അല്ലെങ്കിൽ യാത്ര ചെയ്തത് ഫാസിഖാണ്. ഒരു മുഅ്മിൻ ആ വഴിയിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മട്ടൽ ആ റോട്ടിൽ കിടക്കാൻ പാടില്ല. കാരണം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഈമാന്റെ 70ാമത്തെ ഐറ്റം ആ മട്ടൽ അവിടെ എടുത്ത് മാറ്റലാണ്. എന്ന് വെച്ചാൽ ആ റോഡിലൂടെ ആയിരക്കണക്കിന് മുസ്ലിമീങ്ങൾ കടന്നു ചെന്നിട്ടുണ്ടാവും, പക്ഷെ അവർ മുഅ്മിനീങ്ങളായിട്ടുണ്ടാവില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വേർതിരിവ്. ഒരു ഈമാൻ ഈ രീതിയിൽ നാം നേരത്തെ പറഞ്ഞ അള്ളാനെ അറിയുകയും അംഗീകരിക്കുകയും ചെയ്ത ഒരടിമ അതിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മട്ടലെടുത്ത് മാറ്റാൻ ഒരു പട്ടി എത്ത് കിടക്കുന്നു. മുമ്പിൽ ഏതോ വണ്ടി പോയ ഒരുത്തനാണ്, ആ വണ്ടി തട്ടിയിട്ടതാണ് ഈ പട്ടിയെ. ആ ചത്ത് കിടക്കാൻ റോട്ടിൽ എല്ലാ വണ്ടികളും വന്ന് കയറി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം വരുമ്പോഴും ആ പട്ടി അവിടെ തന്നെ കിടക്കുകയാണ്. എന്ന് വെച്ചതിൻ്റെ അർത്ഥം നമ്മളെന്താ ആരോപിക്കാം? അത് ഗവൺമെന്റ് ചെയ്യേണ്ടതല്ലേ, അത് മുനിസിപ്പാലിറ്റി ചെയ്യേണ്ടതല്ലേ, അത് പഞ്ചായത്ത് ചെയ്യേണ്ടതല്ലേ, നമ്മളെ ജോലിയല്ലല്ലോ, അത് നമ്മുടെ ജോലിയാ. പഞ്ചായത്ത് ഉണ്ടാവാം, ഗവൺമെന്റ് ചെയ്യുന്നില്ലെങ്കിൽ അതിന്റെ മറുപടി ഗവൺമെന്റ് ആൾ പറഞ്ഞോളൂ. മുനിസിപ്പാലിറ്റി ചെയ്താൽ അതിന്റെ മറുപടി മുനിസിപ്പാലിറ്റി ആൾക്കാർ പറഞ്ഞോളണം. ആരോടാണോ പറയേണ്ടത് അവരോട് ചോദ്യം ചെയ്യുന്ന സമയത്ത്. മോമിനായ നമ്മുടെ ഉത്തരവാദിത്തത്തെ പറ്റി ഈ 70ാമത്തെ, അത് ഈ പറഞ്ഞ വിഷയം എത്രാമത്തെ ഈമാനാണ്? 70ാമത്തെ ഈമാനാണ്. മനസ്സിലാക്കണം. ഇത്രയും ഗൗരവമുള്ളതാണ് ഈമാൻ എന്ന് മനസ്സിലാക്കണം. ഈമാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുണ്ടെന്ന് അംഗീകരിക്കലാണെന്നൊരു തെറ്റിദ്ധാരണ നമുക്ക് വന്നു പോയിട്ടുണ്ട്. അല്ല, അള്ളാഹുണ്ടെന്ന് അംഗീകരിക്കൽ ഈമാനല്ല. അള്ളാഹുണ്ടെന്ന് അംഗീകരിക്കൽ അള്ളാഹിനെ പറ്റിയുള്ള അറിവാണ്. ആ അറിവ് ആമാണ്, എല്ലാവർക്കും ബാധകമായ അറിവാണ്. അള്ളാഹുവിനെ അറിയുക എന്നുള്ളതല്ല പ്രധാനം, അള്ളാഹിനെ അംഗീകരിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഇപ്പൊ മുസ്ലിമീങ്ങളായ നാം അള്ളാഹിനെ അംഗീകരിച്ചവരാണ് എന്ന് പറഞ്ഞതുകൊണ്ട് രക്ഷപ്പെടാൻ പോകുന്നില്ല. കാരണം അബൂജഹലും അള്ളാഹിനെ അംഗീകരിച്ച ആളാണ്, ഫിറോനും അള്ളാഹിനെ അംഗീകരിച്ച ആളാണ്, നമ്രൂദും അള്ളാഹിനെ അംഗീകരിച്ച ആളാണ്. ഇവരുടെയൊക്കെ ഇടയിലേക്ക് അള്ളാഹു പ്രവാചകനെ അയച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹുവിനെ അറിയാൻ വേണ്ടിയിട്ടല്ല ഇവരെ അയച്ചത്, അള്ളാഹുവിനെ അംഗീകരിക്കാനുള്ള ദഅവത്തുമായിട്ടാണ് പ്രവാചകന്മാരെ അയച്ചത്. എന്താണ് അള്ളാഹുവിനെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ? അള്ളാഹു മാത്രമേ ഉള്ളൂ, അള്ളാഹുവിനോടൊപ്പം മറ്റൊന്നുമില്ല എന്ന് സമ്മതിക്കലാണ്. അത്തസ്ദീഖു ബിൽ ഖൽബ് വൽ ഇഖ്റാറു ബിൽ ലിസാൻ വൽ അമലു ബിൽ ജവാരിഹ്. അള്ളാഹു മാത്രം എന്നത് ബോധ്യപ്പെടുക, അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് നാവ് കൊണ്ട് പ്രഖ്യാപിക്കുക, ആ അള്ളാഹുവിന്റെ നിർദ്ദേശം എന്താണോ അത് ശരീരം കൊണ്ട് പ്രാവർത്തികമാക്കുക. ഇത് മൂന്നും കൂടി ഉള്ളതാണ് ഈമാൻ. ഖൗല്, നിയ്യത്ത്, ഫിഅല്, ഇത് മൂന്നും കൂടി ഉള്ളതാണ് ഈമാൻ. അതിനാണ് ഈ ഹദീസ് ഉദാഹരണമായിട്ട് പറഞ്ഞു തന്നിരിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു ആദ്യം, അവസാനമായിട്ട് ഇമാത്തത്തുല്ലാതെ വഴിയിൽ നിന്ന്, അതായത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ റോഡും പാലവും നന്നാക്കല്. റോഡും പാലവും തോടും നന്നാക്കലാണ് ഈമാന്റെ 70ാമത്തെ ഐറ്റം. ഒന്നാമത്തെ ഐറ്റം ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ്. നമ്മൾ മനഃപൂർവമോ അല്ലാതെയോ പരമ്പരാഗത ഒരു പേരിലോ ലാ ഇലാഹ ഇല്ലല്ലാഹ് തൽക്കാലം ദിക്റിയോല്ലലിൽ ഒതുക്കി നമ്മൾ ദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 70ാമത്താണെന്നും പറഞ്ഞു കിടക്കുന്നവരാണ് നമ്മൾ. ഇവിടെ ശരി, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വിഷയം ഗൗരവത്തോടെ തന്നെ ആയിരിക്കണം. നമുക്ക് തെളിവ് ഖുർആനും സുന്നത്തുമാണ്. ഇത്രയും പറഞ്ഞു നമ്മൾ വിഷയങ്ങൾ. എന്നിട്ട് നമ്മൾ അവസാനം പറഞ്ഞു വെച്ചാൽ അല്ലാഹു തആല ഒരു വ്യക്തിയെ അള്ളാഹിനെ അംഗീകരിക്കാനുള്ള സൗഭാഗ്യം നൽകിക്കഴിഞ്ഞാൽ അത് മരിക്കുന്നത് വരെ നിലനിർത്തിക്കൊണ്ടുപോകുക എന്നുള്ളത് അടിമയുടെ ഉത്തരവാദിത്തമാണ്. ഏത് സമയത്തും സസ്പെൻഡ് ആവാം, ഏത് സമയത്തും ഡിസ്മിസ് ആവാം. അള്ളാഹു രണ്ടേ തൊട്ടും കാക്കട്ടെ. അതേസമയം സസ്പെൻഷനെ തൊട്ടും ഡിസ്മിഷനെ തൊട്ടും സംരക്ഷിക്കപ്പെട്ടൊരു വിഭാഗമുണ്ട്. അതാരാന്നറിയുമോ? അംബിയാ മുർസലീങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ അവരെ മഅസൂമീങ്ങൾ എന്ന് പറയുന്നത്. അംബിയാ മുർസലീങ്ങൾ, മഅസൂമീങ്ങൾ. എവിടെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കപ്പോ നമ്മൾ യൂറോപ്യൻ പെണ്ണുങ്ങൾ പോലെയല്ല. ഇതാ ഒരു കസേര അവിടെ വന്നിട്ട് ഒന്ന് ഒതുങ്ങിയ ഒരു കസേര ഒന്ന് ഒപ്പിക്കാം. അങ്ങനെ തന്നെ 2 കസേര അടുത്ത് വെച്ചാൽ 3 ആക്കിയിരിക്കാം. അതേ അംബിയാ മുർസലീങ്ങളുടെ ഈമാനോ ഹിദായത്തോ റിസാലത്തോ
നുബുവത്തോ സസ്പെൻഡ് ചെയ്യപ്പെടുകയോ ഡിസ്മിസ് ചെയ്യപ്പെടുകയോ ചെയ്യില്ല. അവരെന്ത് പരീക്ഷിക്കപ്പെട്ടാലും. കാരണം ഒരുപടി നബിമാരെ അള്ളാഹു തആല പരീക്ഷിച്ചിട്ടുണ്ട് ചെറിയ വാക്കുകൾ തെറ്റിപ്പോയതിന്റെ പേരിൽ. അങ്ങനെ കൽപ്പിക്കപ്പെട്ട ജോലി പൂർണ്ണമായി നിർവഹിക്കാത്തതിന്റെ പേരിൽ പല നബിമാർക്കും ഭയങ്കര പണിഷ്മെന്റ് അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് റസൂലുമാരെയും നബിമാരെയും അള്ളാഹു തആല പഠിപ്പിച്ചിട്ടുണ്ട്, കടുകടുത്ത പരീക്ഷണത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ഹസ്രത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പരീക്ഷണം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം സമൂഹത്തിനെതിരായിട്ട് ദുആ ചെയ്തു, ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ. അള്ളാഹു ഒറ്റ കാഫിറിനെ ഈ ദുനിയാവിൽ നീ ബാക്കി വെക്കണ്ട, അവന്മാരെ പെറ്റുപെരുകുന്ന മക്കൾ ജനങ്ങളെ നശിപ്പിക്കുകയുള്ളൂ, അതുകൊണ്ട് അവരാരും ഇനി വേണ്ട എന്ന് ദുആ ചെയ്തത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. സമൂഹത്തിന്റെ നാശത്തിന് വേണ്ടി ദുആ ചെയ്ത് അള്ളാഹു തആലക്ക് ഇഷ്ടപ്പെട്ടില്ല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നാളെ ആഖിറത്തിൽ അള്ളാഹ് പിടികൂടുന്നത് ഇതിന്റെ പേരിലായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഷഫാഅത്തിനെ പറ്റി പറഞ്ഞൊരു ഹദീസ്, ദീർഘമായ ഹദീസ്. അപ്പൊ ഹസ്രത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കാഫിരീങ്ങൾ ഒന്നിച്ച് നശിക്കാൻ വേണ്ടി, നമ്മൾ നശിപ്പിക്കാൻ വേണ്ടി വന്നവരല്ല, നാം രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നവരാണ്. നാം എല്ലാരെയും രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നവരാണ്. ഉഖ്രിജത്തിലിന്നാസ്, ഇനി നശിപ്പിക്കൽ അത് അള്ളാഹു അവന്റെ ഇഷ്ടം പോലെ ചെയ്തോട്ടെ, നമ്മൾക്കതിൽ ഇടവറില്ല. നമ്മൾ ആരെയും നശിപ്പിക്കാൻ വേണ്ടി ദുആ ചെയ്യേണ്ടവരല്ല, നാം ആരുടെയും നാശത്തെ കാണേണ്ടവരല്ല, നാം ആരെയും ശപിക്കാൻ വേണ്ടി വന്നവരല്ല, നാം ഗുണകാംക്ഷികളായി വന്നവരാ. കൊടിയ കാഫിറും രക്ഷപ്പെടണം എന്ന ആഗ്രഹം മനസ്സിന്റെ ഉള്ളിലെങ്കിലും ഉണ്ടാകണമെന്നും പറയാൻ കഴിയില്ലെങ്കിലും, അവനോട് വാൽ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിലും അവൻ രക്ഷപ്പെടണം എന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാവണം. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ അള്ളാഹു നമുക്കിത് പഠിപ്പിക്കുകയാണ്. ഹദ്റത്ത് നൂഹ് നബി ഈ ദുആ ചെയ്ത് അള്ളാഹു തആലക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിനെന്താ ചെയ്തത്? അള്ളാഹു നൂഹ് നബിയെ കല്ലട് മുള്ളട് എന്ന് പറയുന്ന മാതിരി പരീക്ഷിച്ചു. അള്ളാഹു തആല നൂഹ് നബിയെ വല്ലാതെ പരീക്ഷിച്ചു. എന്താണ് അള്ളാഹു തആലക്ക് അത്രയൊന്നുമില്ല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും സമൂഹത്തെയും ഒരു ഭാഗത്ത് നിർത്തി ബാക്കിയുള്ളവരെ നശിപ്പിക്കാൻ അള്ളാഹു കഴിവുള്ളവനാണ്. പക്ഷെ അള്ളാഹു തആല ചെയ്ത ഓരോ ജോലിയും ഖുർആൻ ഷരീഫിലൂടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകുന്നത് നൂഹ് നബിക്ക് ഭയങ്കരമായ പരീക്ഷണമായിരുന്നു അത്. ഒന്നാമത്തെ പരീക്ഷണം എന്താണ്? നൂഹ് നബിയോട് കപ്പലുണ്ടാക്കാൻ പറഞ്ഞു അള്ളാഹു. എത്ര കാലം കൊണ്ടാണ് കപ്പലുണ്ടാക്കിയത്? എത്ര വർഷം കൊണ്ടാണ്? 950 കൊല്ലം ജീവിക്കുന്നതിന്റെ ഇടയിൽ ഏതാണ്ട് നൂറ്റാണ്ടുകൾ ഈ കപ്പലിന് വേണ്ടി മെനക്കെട്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ട നൂഹ് നബി. കപ്പലുണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ ഓർഡർ അള്ളാന്റെ ഭാഗത്ത് നിന്ന് വന്നത് എന്താ? നിങ്ങൾ ഒന്നിച്ചുള്ള മൂമിനീങ്ങളെ താമസം കപ്പലിലേക്ക് മാറ്റണമെന്ന്. എത്ര വർഷം, എത്ര നൂറ്റാണ്ട്, എത്ര പതിറ്റാണ്ട് ആ കപ്പലിൽ താമസിച്ചു നമുക്ക് ആർക്കും വരെയില്ല. കാരണം 950 കൊല്ലം നമ്മളിങ്ങനെ പറയുമ്പോൾ കേട്ടിട്ടുണ്ടാവും, നമുക്കും പറയാൻ എളുപ്പമാണ്. പക്ഷെ 950 കൊല്ലത്തിന്റെ ദൈർഘ്യം നമ്മൾ കണക്കൂട്ടില്ല. നമ്മളിങ്ങനെ പ്രസംഗം കേട്ട് വിടുന്നതായതുകൊണ്ട് ഈ 950 കൊല്ലത്തിൽ എന്തെല്ലാം ജോലികളാണ് അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിച്ചത് അല്ലാഹു തആല. അങ്ങനെ 71 കുടുംബത്തെ കപ്പലിൽ താമസമാക്കി. അവർക്ക് ഭക്ഷണം, അവർക്ക് താമസം, അവരെ ഉറക്കം, അവരെ ദൈനംദിന ആ രീതിയിലുള്ളതാണ് കപ്പൽ. ഇമാം തബരി റഹ്മഹുല്ല അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ആ കപ്പലിന്റെ വീതി വിസ്താരങ്ങളെ പറ്റി വിശദീകരിച്ചിട്ടുണ്ട്. ഒരു ലോകമാണ് ആ കപ്പൽ. ബഹുമാനപ്പെട്ട നൂഹ് നബി ആ ജോലിയും പൂർത്തിയാക്കി നൂറ്റാണ്ടുകളെ കൊണ്ട് അവസാനം മൂന്നാമത്തെ ജോലി ഏൽപ്പിക്കുകയാണ്. എന്താ അതിനേക്കാളും വലിയ ജോലി? എന്താ ജോലി? ഓരോ കാടുകളിൽ നിന്ന് മൃഗങ്ങളുടെ 2 ഇണകളെ പിടിച്ച് കപ്പലിൽ താമസിപ്പിക്കണം. നിസ്സാര വിഷയമൊന്നുമല്ല, നമുക്ക് പറയാൻ എളുപ്പാ. ഒരു മനുഷ്യനെ കൊണ്ട് അള്ളാഹു ഈ കാര്യം ചെയ്യിപ്പിക്കുന്നതും കൂടി നാം ആലോചിക്കണം. കാടുകളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും ഓരോ ഇണകൾ, മിൻ കുല്ലിൻ സൗജൈനി സിനൈൻ, 2 ഇണകൾ, അതായത് 2 ആണും 2 പെണ്ണ് ഓരോ ഐറ്റത്തിലും. അതിനു വേണ്ടിയിട്ടാണ് കപ്പലിന്റെ ഒരു തട്ട്. അവരെ മുഴുവനും കപ്പലിൽ താമസിപ്പിച്ചു നൂഹ് നബി. എന്തിനാണ് ഇത്? നൂഹ് അബ്ദാണ് എന്ന് അള്ളാഹ്ക്ക് ബോധ്യപ്പെടണം. നൂഹ് അടിമയാണ് എന്ന്, അടിമത്വം, നൂഹിന്റെ അടിമത്വം അള്ളാഹു തആലക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. നൂഹ് നബി എല്ലാറ്റിലും ഫസ്റ്റ് റാങ്കോടെ ജയിച്ചു. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബിയോട് പറഞ്ഞു, നൂഹ്, ഇനി നീ ചെയ്ത ദുആ ഞാൻ ഉത്തരം നൽകുകയാണ്, നിന്റെ അപേക്ഷ ഞാൻ സ്വീകരിക്കുകയാണ്, ഞാൻ നിന്റെ എതിരുകക്ഷികളെ മുക്കിക്കൊല്ലാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്നഹും മുഗ്റഖൂൻ. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇതൊക്കെ ചെയ്താലും അള്ളാഹു തആല നൂഹ് നബിന്റെ നുബുവത്തോ, നൂഹ് നബിന്റെ റിസാലത്തോ, നൂഹ് നബിന്റെ ഹിദായത്തോ ഇതൊന്നും സസ്പെൻഡ് ചെയ്യുകയോ ഡിസ്മിസ് ചെയ്യുകയോ ചെയ്യില്ല. എന്തുകൊണ്ട്? അവരതിനെ തൊട്ട് ഇസ്മത്തുള്ള, അതിനാണ് നമ്മൾ മഅസൂമീങ്ങൾ എന്ന് പറയുന്നത്. അംബിയാ മുർസലീങ്ങൾ. അംബിയാ മുർസലീങ്ങളല്ലാത്ത ഒരാളുടെയും ഈമാന്റെ കാര്യത്തിൽ ഒരു ഗ്യാരണ്ടിയും അല്ലാഹു തആല കൊടുത്തിട്ടില്ല. ആകെ ഗ്യാരണ്ടി വാക്കുകൊണ്ട് കിട്ടത് 10 പേർക്കാണ്. അവർക്കാണ് നാം അശറത്തുൽ മുബശ്ശറ എന്ന് പറയുന്നത്. സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 പേർ, അവർക്കാണ് വാക്ക് കൊണ്ടൊരു ഗ്യാരണ്ടി കിട്ടിയത്. അതും വേണോ വേണ്ടോ തീരുമാനിക്കാൻ അള്ളാഹു കഴിവുള്ളവരാണ്.
അവർ വഫാത്താകുന്നതിനിടയിൽ. വഫാത്തിന് ശേഷമുള്ള തീരുമാനം പിന്നെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞെടുത്ത് നിൽക്കാനേ നമുക്ക് അവകാശമുള്ളൂ. അവർ 10 പേര് സ്വർഗവാസികളാണ്. കാരണം റസൂലുള്ളാഹി തങ്ങൾ അങ്ങനെ നമുക്ക് സന്തോഷവാർത്ത അറിയിച്ചിരിക്കുന്നത്. അവർ ജീവിച്ചിരിക്കുന്ന സമയത്തല്ല ആണ് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത്. വഫാത്തായതിനു ശേഷം ഇനി അവരെ പറ്റി തീരുമാനം പറയാൻ വേറെ ആരും വരാനില്ല. കാരണം മുഹമ്മദി തീരുമാനം ഫൈനലായി പോയി. അവർ 10 പേരും രക്ഷപ്പെട്ടു പോയി. കോടിക്കണക്കിന് അഷ്റഫുൽ ഖൽക്കിന്റെ ഔലിയാക്കളും മശായിഖുകളും പണ്ഡിതന്മാരും സാദാത്തുക്കളുമായ ഒരൊറ്റ ഒരാൾക്കും ഒരു തരത്തിലുള്ള ഗ്യാരണ്ടിയും ഈ വിഷയത്തിൽ അല്ലാഹു തആല കൊടുത്തിട്ടില്ല. അതിന് ഉദാഹരണമാണ് ഖുർആൻ ബൽആം ബിൻ ബഊറയിനെ പറ്റിയുള്ള ചർച്ച. ബൽആം ബിൻ ബഊറ ഇസ്രായേലി കാലഘട്ടത്തിലെ വലിയ മഹാനാണ്. അള്ളാഹ് തന്നെ അദ്ദേഹത്തെ പറ്റി പറഞ്ഞത് എന്താ? വത്ലു അലൈഹിം നബഅല്ലദീ ആതൈനാഹു ആയാതിനാ, ഞാൻ എൻ്റെ ദൃഷ്ടാന്തങ്ങൾ നൽകി ആദരിച്ച ഒരു വ്യക്തിയെ പറ്റി നിങ്ങളെ ഉമ്മത്തിന് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക നബിയെ. അവരാരാണ്? അവർ ഉയർന്ന നിലവാരത്തിലെത്തി. തഫ്സീറിന്റെ ഉലമാക്കൾ എഴുതി ലൗഹുൽ മഹ്ഫൂദിൽ നിന്നുള്ള വിവരങ്ങൾ പോലും ഇദ്ദേഹത്തിന് ഗൈബിയായി അല്ലാഹു തആല കൊടുക്കുമായിരുന്നു എന്ന്. അത്ര വലിയ മഹാൻ. പക്ഷെ അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഹിദായത്തും വിലായത്തും ഡിസ്മിസ് ചെയ്ത് കളഞ്ഞു. അദ്ദേഹം പട്ടിയാവും പോലെ ചത്തു. മസലുഹു കമസലിൽ കൽബ്, അയാൾ പട്ടിയെ പോലെയാണ് അല്ലാഹു തആല പറഞ്ഞു ഖുർആൻ ശരീഫിൽ. തത്തുല്യമായ വേറെ ഉദാഹരണം, സസ്പെൻഡ് ചെയ്ത് വെച്ച ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട്. നമ്മുടെ കാലഘട്ടത്തിലുണ്ട്, അല്ലാത്ത കാലഘട്ടത്തിലുണ്ട്. ഡിസ്മിസ് ചെയ്യപ്പെട്ട ഉദാഹരണങ്ങൾ എത്ര വേണം? അതുകൊണ്ട് ഇപ്പം നമ്മൾ വ്യക്തികളെ, നമുക്ക് പരിചയമുള്ള വ്യക്തികളെ പറയേണ്ടില്ല. ഓരോ സംഭവം നടക്കുമ്പോൾ നമ്മൾ ചരിത്രവുമായിട്ട് കണക്ട് ചെയ്താൽ മതി അതിനെ. ഇതാണ് വിഷയം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ഈമാനിനെ മരിക്കുന്നത് വരെ നിലനിർത്തി കൊണ്ടുപോകാൻ, എന്തെങ്കിലും തരത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടു പോകാതെ, എന്തെങ്കിലും തരത്തിൽ ഡിസ്മിസ് ചെയ്യപ്പെട്ടു പോകാതെ മരിക്കുന്നത് വരെ നിലനിർത്താനും മരിക്കാൻ നേരത്ത് ഈ അമാനത്ത് അള്ളാനെ ഏൽപ്പിക്കാനും നമ്മളെ അല്ലാഹു തആല ഏൽപ്പിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. അത് സംരക്ഷിച്ചേ പറ്റൂ, ഇനി മെനക്കെട്ടേ പറ്റും. അടുത്ത ചോദ്യം, എങ്ങനെ മെനക്കെടണം? മെനക്കെടാനുള്ള പ്രോഗ്രാം എന്താണ്? നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് മെനക്കെട്ടാൽ മതിയോ? പോരാ. നമ്മുടെ പണം ഉപയോഗിച്ച് മെനക്കെട്ടാൽ നടക്കൂല. നമ്മുടെ ആരോഗ്യം ഉപയോഗിച്ച് മെനക്കെട്ടാൽ നടക്കുമോ? അതും നടക്കൂല. കാരണം ഈ ദുനിയാവിന്റെ ഒരേർപ്പാടും ഈമാന്റെ നിലനിൽപ്പിന് നിദാനമല്ല. കാരണം ഈമാൻ സമാവിയാണ്, ആകാശത്തിൽ നിന്ന് വന്നതാണ്. ദുനിയാവിൽ നിന്നുള്ള ഒരു വസ്തുവും ഈമാന്റെ നിലനിൽപ്പിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുകയില്ല. ഒരു സെക്യൂരിറ്റിയെയും അതിനുവേണ്ടി നിർത്താൻ പറ്റൂല. പണം ഉപയോഗിച്ച് ഞാൻ എൻ്റെ ഈമാനെ നിലനിർത്തിയേക്കാം, നടക്കൂല. അധികാരം ഉപയോഗിച്ച് എൻ്റെ ഈമാനെ നിലനിർത്തിയേക്കാം, നടക്കൂല. ഈമാനെ നിലനിർത്താൻ ഒരു പരിപാടിയും നടക്കൂല. പിന്നെ നാം എങ്ങനെയാണ് ഇത്രയും വലിയ സാധനം സംരക്ഷിച്ചു കൊണ്ടുപോകുക? ഇത്രയും വലിയൊരു കാര്യം അള്ളാഹ് അമാനത്തായിട്ട് നമ്മുടെ കയ്യിൽ തന്നിട്ട് നിങ്ങൾ സൂക്ഷിച്ചോളണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് എന്ന് കൽപ്പിച്ചാൽ നമ്മൾ, ഈ മനുഷ്യരായ ബലഹീനരായ നമ്മൾ, അതിനെ എങ്ങനെയാണ് നിലനിർത്തിക്കൊണ്ടു പോകുക? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, നിലനിർത്തിക്കൊണ്ടു പോകാൻ ആവശ്യമായ ഒരു പ്രോഗ്രാം ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാം. അതനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മാത്രം മതി, നിങ്ങൾ പ്രവർത്തിച്ചാൽ മാത്രം മതി. ഒരു പ്രോഗ്രാം ഞാൻ ഉണ്ടാക്കി തരാം ഇത് നിലനിർത്തിക്കൊണ്ടു പോകാൻ. ഇത് സസ്പെൻഡ് ചെയ്യപ്പെട്ടു പോകാതെ, ഡിസ്മിസ് ചെയ്യപ്പെട്ടു പോകാതെ, മലക്കുൽ മൗത്ത് റൂഹിനെ വാങ്ങുന്ന സമയം വരെയും ഈ ഈമാന് പോറലേൽക്കാതെ നിലനിർത്തിക്കൊണ്ടു പോകാൻ ഞാൻ നിങ്ങൾക്ക് നല്ലൊരു പദ്ധതി പറഞ്ഞു തരാം. എന്താണ് ആ പദ്ധതി? മുഹമ്മദുർ റസൂലുള്ളാഹ്. അതിനാണ് രണ്ടാമത്തെ കലിമ. നമ്മൾ ഇതുവരെ പറഞ്ഞത് മുഴുവനും ഒന്നാമത്തെ കലിമയാണ്. ഈ പറഞ്ഞ ആവശ്യത്തിനുള്ളതാണ് രണ്ടാമത്തെ കലിമ. രണ്ടാമത്തെ കലിമ എന്തുകൊണ്ടാണ് ആവശ്യമായി വന്നത്? അതുകൊണ്ടാണ് രണ്ടാമത്തെ കലിമ എല്ലാ കാലഘട്ടത്തിനും വ്യത്യസ്തമായത്. നൂഹ് നബിന്റെ കാലം ഒന്നാമത്തെ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ്. രണ്ടാം കലിമ നൂഹുൻ റസൂലുള്ളാഹ്. ഇബ്രാഹിം നബിന്റെ കാലം ഒന്നാം കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ്. രണ്ടാമത്തെ കലിമ നൂഹുൻ റസൂലുള്ളാഹ്, ഇബ്രാഹിം റസൂലുള്ളാഹ്. മൂസാ നബിന്റെ കാലം ഒന്നാമത്തെ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ് അന്നും. രണ്ടാമത്തെ കലിമ മൂസാ റസൂലുള്ളാഹ്. ഈസാ നബിന്റെ കാലം ഒന്നാമത്തെ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ്. രണ്ടാമത്തെ കലിമ ഈസാ റസൂലുള്ളാഹ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരവ് ഒന്നാമത്തെ കലിമ അപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ്. ആദം നബി തൊട്ട് മുഹമ്മദ് മുസ്തഫ തങ്ങൾ വരെയും, തങ്ങൾ തൊട്ട് ഇന്ന് വരെയും, ഇന്ന് തൊട്ട് ഖിയാമത്ത് നാൾ വരെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. അതേ അവസരത്തിൽ അല്ലാഹു തആല രണ്ടാമത്തെ കലിമയാണ് അതാത് കാലഘട്ടത്തിൽ പുതുക്കിക്കൊണ്ടിരുന്നത്. ആ പുതുക്കൽ ഏതിൽ അവസാനിച്ചു? മുഹമ്മദുർ റസൂലുള്ളാഹിൽ അവസാനിച്ചു. മുഹമ്മദ് റസൂലുള്ളാഹി ശേഷം ഇനിയൊരു റസൂല് വരാനില്ല, ഒരു നബി വരാനില്ല, ഇനി ഒരു പുതിയ ശരീഅത്ത് വരാനില്ല. എന്തുകൊണ്ടാണത്? ലോകാവസാനം വരെ വരുന്ന സകല മനുഷ്യർക്കും അവരുടെ ഈമാൻ നിൽപ്പ് നൽകപ്പെട്ട് കഴിഞ്ഞാൽ
അള്ളാഹുവിൽ നിന്ന് ഓശാരമായിട്ട് ഈമാൻ അഥവാ അള്ളാഹിനെ അംഗീകരിക്കുക എന്നുള്ള സൗഭാഗ്യം ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് നിലനിർത്തി കൊണ്ടുപോകാൻ അയാൾക്ക് ലോകാവസാനം വരെ ആരെ ഫോളോ ചെയ്താൽ മതി? മുഹമ്മദുർ റസൂലുള്ളയെ ഫോളോ ചെയ്താൽ മതി. മുഹമ്മദുർ റസൂലുള്ളയെ അല്ലാത്ത ഒരു ശൈഖിനെ കൊണ്ടോ ഒരു വലിയനെ കൊണ്ടോ ഒരു സയ്യിദിനെ കൊണ്ടോ ഒരു ആലിമിനെ കൊണ്ടോ എന്തെങ്കിലും തരത്തിൽ ഏതെങ്കിലും യോഗ്യതയുള്ള ആരെ കൊണ്ടുമോ നമ്മുടെ ഈമാനെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുകയില്ല. കാരണം അവർക്ക് ആർക്കും ആ ഉത്തരവാദിത്തം അല്ലാഹു തആല കൊടുത്തിട്ടില്ല. നമ്മുടെ ഈമാൻ മരിക്കുന്നത് വരെ നിലനിർത്തി കൊണ്ടുപോകാൻ ഒരൊറ്റ ഒരു പദ്ധതി മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അത് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ നമ്മൾ ആ വിഷയത്തിൽ കലിമ പറിച്ചതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ 2 പാർട്ട് നമ്മൾ പണ്ട് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തത് ഇസ്ബാത്ത നഫിയാൻ, രണ്ടാമത്തത് ഇസ്ബാത്താണ്. ലാ ഇലാഹ അത് സംഹാരമാണ്, പൂർണ്ണമായും ഇല്ലാതാക്കലാണ്. ഇല്ലല്ലാ നിർമ്മാണമാണ്. ഇത് നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ട് കലിമയിലെ 2 റുക്കനുകളെ പറ്റി, കലിമയുടെ 2 ഫർളുകളെ പറ്റി നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ലാ ഇലാഹ ഒരു ഫർളാൻ, ഇല്ലല്ലാ വേറൊരു ഫർളാൻ. ലാ ഇലാഹ എന്നുള്ളത് കംപ്ലീറ്റ് നിർമാർജനമാണ്. അതേ അവസരത്തിൽ ഇല്ലല്ലാ എന്നത് നിർമ്മാണമാണ്. അപ്പൊ മനസ്സിൽ നിന്ന് അള്ളാഹു അല്ലാത്ത ശക്തികളോടുമുള്ള ബന്ധം, വ്യക്തികളോടുള്ള ബന്ധം, പിന്നെ വസ്തുക്കളോടുള്ള ബന്ധം, ശൈഖുകളോടുള്ള ബന്ധം, വലിയുകളോടുള്ള ബന്ധം, പിന്നെ അങ്ങനെ പല പല മനുഷ്യരും ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരും മനുഷ്യരല്ലാത്തവരും ജിന്നുകളും മലക്കുകളും അങ്ങനെ എന്തൊക്കെയുണ്ടോ അവരുമായിട്ടുള്ള മനസ്സിലുള്ള ബന്ധത്തെ 100% മാറ്റി നിർത്തി അവിടെ അള്ളാഹുമായിട്ടുള്ള ബന്ധത്തെ പുനഃസ്ഥാപിക്കുക. ഇതാണ് അള്ളാഹ് അംഗീകരിക്കുക എന്നുള്ള വാക്കിന്റെ അർത്ഥം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതേപോലെ രണ്ടാമത്തെ കലിമയിൽ 2 റുക്കനുണ്ട്. ഒന്ന് മുഹമ്മദ് എന്താണ് ഒന്നാമത്തെ റുക്കന്, രണ്ടാമത്തെ റുക്കന് റസൂലുള്ളാഹ് എന്നതാണ്. അപ്പൊ ആദ്യം മുഹമ്മദ് ആരാണെന്ന് പഠിക്കണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് നമ്മൾ എന്തൊക്കെയോ കേട്ടു, എന്തൊക്കെയോ മനസ്സിലാക്കി. അള്ളാഹു ആ നബിയെ പറ്റി എന്തൊക്കെയാണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് അതൊന്നും കേൾക്കാനും പഠിക്കാനും നമ്മൾ തയ്യാറല്ല. നമ്മൾ കവികൾ നബിതങ്ങളെ പറ്റി പറഞ്ഞ എന്താണ്, എങ്ങനെ വലിയ വലിയ എഴുത്തുകാരൻ നബിതങ്ങളെ പറ്റി പറഞ്ഞ എന്താണ്, വലിയ വലിയ ചിന്തകന്മാർ നബിതങ്ങളെ പറ്റി പറഞ്ഞത് എന്താണ്, വലിയ വലിയ പണ്ഡിതന്മാർ വലിയ സൂഫിയാക്കൾ നബിതങ്ങളെ പറ്റി പറഞ്ഞത് എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. നമ്മൾ അള്ളാഹ് എന്താണ് ആ നബിയെ പറ്റി പറഞ്ഞതെന്ന് അന്വേഷിക്കാറില്ല, അത് നമ്മൾ പഠിക്കാറുമില്ല. ഒരു സാധാരണക്കാരനായ മുസ്ലിമിനോട് അല്ല നിന്റെ മുഹമ്മദ് നബിയെ പറ്റി ഖുർആനിൽ എന്താ പറഞ്ഞതെന്ന് പറഞ്ഞു തന്നെന്ന് പറഞ്ഞ ഒരൊറ്റ ആയത്ത് പോലും അത് നമ്മളെ കൊണ്ട് കഴിയില്ല, നമ്മൾ പഠിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ദിക്ർ എല്ലാം വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, സലാത്ത് എല്ലാം വേണ്ടി മുഹമ്മദ് റസൂലും പറഞ്ഞു. എനിക്ക് കഴിഞ്ഞ് വേറൊരു ബന്ധവും നമുക്ക് 2 കലിമയുമായിട്ടില്ല. ഇവിടെ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് മുഹമ്മദ് ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉമ്മാന്റെയും ബാപ്പാന്റെയും മോനാണ്. അത് ഏത് കുടുംബത്തിലാണ്? ഖുറൈശി കുടുംബത്തിലാണ്. ഖുറൈശി കുടുംബം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 2 ആൺമക്കളാണ് ഇസ്ഹാഖ് നബിയും ഇസ്മായിൽ നബിയും. അതിൽ ഇസ്മായിൽ നബിന്റെ കുടുംബത്തിനാണ് അറബികൾ എന്ന് പറയുന്നത്. അറേബ്യൻ സമൂഹത്തിലെ പ്രബലമായും നേർക്ക് നേരെ ഇബ്രാഹീമിൽ എത്തിച്ചേരുന്ന ഒരു തറവാടാണ് ഖുറൈശി തറവാട്. ഖുറൈശ് എന്ന് പേര് വരാൻ കാരണം നബിതങ്ങളുടെ 6ാമത്തെ ഉപ്പാപ്പാക്ക് ഖുറൈശ് എന്ന് പേരുണ്ട്. അദ്ദേഹത്തിന്റെ മറ്റേ പേര് ഫിഹർ എന്നാണ്. അദ്ദേഹത്തിന് ഖുറൈശ് എന്ന പേരും കൂടി ഉണ്ട്. ആ ഖുറൈശ് എന്ന വ്യക്തിയിൽ നിന്ന് ഇസ്മായിൽ നബിയിലേക്ക് ഡയറക്റ്റ് ആണ് മാതാപിതാക്കളുടെ കണക്ഷൻ. ഖുറൈശി എന്ന വ്യക്തിയിൽ നിന്ന് അബ്ദുള്ളയിലേക്ക് ഇങ്ങോട്ടും ഡയറക്റ്റ് ആണ് കണക്ഷൻ. അങ്ങനെയാണ് ഖുറൈശി കൂട്ടം ഈ അറേബ്യൻ സമൂഹത്തിലെ പ്രബലമായൊരു തറവാടായി മാറിയത്. ആ തറവാട്ടില് അബ്ദുള്ളാന്റെ മോൻ അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുള്ളാന്റെ മകനായിട്ട് ഈ മക്ക മുക്കറമയിൽ ജനിച്ച ഒരു മനുഷ്യന്റെ കുഞ്ഞാണ് മുഹമ്മദ്. ഈ മുഹമ്മദ് യാദൃച്ഛികമായി അള്ളാഹു തെരഞ്ഞെടുക്കുകയാണോ, അതോ മുഹമ്മദ് ജനിച്ചതിന് ശേഷം ഉണ്ടാക്കിയെടുത്ത യോഗ്യതകൾ വെച്ചുകൊണ്ടാണോ തെരഞ്ഞെടുക്കപ്പെട്ടത്, അതോ മുഹമ്മദിന് തറവാട്ടുപരമായി കിട്ടിയ പാരമ്പര്യ ഗുണത്തിന്റെ പേരിലാണോ തെരഞ്ഞെടുക്കപ്പെട്ടത്? അല്ല. അതിനു മുമ്പേ ഈ മുഹമ്മദിനെ നബിയാക്കാൻ തീരുമാനിച്ച വിഷയം അള്ളാഹു പ്രസ്താവിച്ചിട്ടുണ്ട്. അള്ളാഹു അത് പുറത്തുവിട്ടിട്ടുണ്ട്. അള്ളാഹു ആ കാര്യം പുറത്തുവിട്ടിട്ടുണ്ട് നേരത്തെ തന്നെ. അതിന് ഉദാഹരണം എന്താ? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു കഅബാലയത്തിന്റെ മുറ്റത്തുനിന്ന്. എന്താണ് ദുആ? റബ്ബനാ വബ്അസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. അല്ലാഹുവേ, ഈ വീട് ഇബ്രാഹിം നബി ചരിത്രം തികച്ചും പറഞ്ഞാൽ നമുക്ക് ചുരുക്കിയ സമയം കൊണ്ടൊന്നും പറഞ്ഞു നിൽക്കാൻ കഴിയില്ല. നമുക്ക് വിഷയത്തിലേക്ക് കിടക്കണം. ഈ കഅബാലയും ഉപ്പയും മോനും കൂടി പണി കഴിപ്പിച്ചതിന് ശേഷം അള്ളാന്റെ മുമ്പിൽ സമർപ്പിക്കുകയായിരുന്നു.
സമർപ്പണം. ജോലി പൂർത്തിയാകുന്നതിന് ശേഷമാണ് സമർപ്പണം. സമർപ്പണമാണ് അംഗീകരിച്ച് കിട്ടേണ്ടത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എത്ര നാളുകൊണ്ടാണ് കഅബാലയം പണിതത്? തൊട്ടടുത്തുള്ള മലയാണ് ജബൽ കഅബ. ഈ ചുറ്റുമുള്ള മലകൾ പഠിക്കണം. ഒന്ന് നമ്മളന്ന് കണ്ട സഫാ മല, പിന്നെ നമ്മൾ കയറിയ മർവ മല, പിന്നെ ഈ ഭാഗത്ത്, അതായത് സഫയും മർവയും കഴിഞ്ഞാൽ ഈ പിന്നെ നമ്മൾ ഉദാഹരണം പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്, ഈ കൊട്ടാരം നിൽക്കുന്ന ഭാഗം ജബലു അബി ഖുബൈസിന്റെ ഭാഗം, അതേപോലെ തന്നെ ജബലു ഷാമിയ മലകൾ, പിന്നെ അങ്ങോട്ട് ജിദ്ദയിലേക്ക് പോകുന്ന വഴി ജബലുൽ കഅബ. അങ്ങനെ ഈ പർവ്വതങ്ങളിൽ നിന്നെല്ലാം പാകമായ കല്ലുകൾ വെട്ടിക്കൊണ്ടുവരികയായിരുന്നു മോനും മോനും കൂടി. കൂടുതലായും കല്ലുകൾ ശേഖരിച്ചത് ജബലുൽ കഅബയിൽ നിന്നാണ്. കരിങ്കല്ല് നമ്മൾ തുണി ഈ കില്ല പൊക്കിയപ്പോൾ കണ്ടല്ലോ കല്ല്. ആ കല്ല് അന്നത്തെ കല്ലല്ല, ആ കല്ല് മാറിയിട്ടുണ്ട് ഓരോ കാലഘട്ടത്തിനും പുതുക്കിപ്പണിതപ്പോൾ. ഇബ്രാഹിം നബി ചെയ്ത കല്ല് അതാണ്. ഈ രീതിയിൽ കല്ല് വെട്ടിക്കൊണ്ടുവന്ന് പാകമായിട്ട് ഈ കഅബാലയത്തിന്റെ ചുമരിന്റെ പണിയെടുക്കുകയായിരുന്നു. കഅബാലയത്തിന്റെ പണിയെടുക്കാൻ പ്രേരകം അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളാണ്. അത് ആ സമയത്ത് വഹ്യുമായി ജിബ്രീൽ വരും. അതിന് ഉദാഹരണം ഖുർആൻ, വീടുണ്ടാക്കേണ്ട പ്ലാൻ അള്ളാഹു തയ്യാറാക്കി കൊടുത്തു. ഇബ്രാഹിമിന് നാം വീട്ടിന്റെ പ്ലാൻ തയ്യാറാക്കി കൊടുത്തു, വീട്ടിന്റെ സ്ഥാനം നിശ്ചയിച്ചു കൊടുത്തു. അങ്ങനെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം അടിത്തറ ഭാഗി. അടിത്തറ നേരത്തെ ഉള്ളതാണ്, നൂഹ് നബിന്റെ കാലത്തിന് മുമ്പേ ഉള്ളതാണ് അടിത്തറ. ആ അടിത്തറയെ നിശ്ചയിച്ചുകൊണ്ടാണ് ബാക്കിയുള്ള ജോലി നടക്കുന്നത്. ഒരിക്കലും അതിന്റെ വീതി വിസ്താരങ്ങൾ കൂട്ടപ്പെട്ടിട്ടില്ല, കുറച്ചതല്ലാതെ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമും ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചുമര് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മകൻ ബാപ്പാക്ക് കല്ലെടുത്തോണ്ട് കൊടുക്കും, ബാപ്പ കല്ല് വെക്കും. ഈ സന്ദർഭത്തിലാണ് ചുമര് ഉയർന്നപ്പോൾ ഇനി എങ്ങനെ കല്ല് കൊടുക്കുക? ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇടയ്ക്കിടയ്ക്ക് ഇടപെട്ടുകൊണ്ടേയിരിക്കും. ദീൻ എന്ന് പറഞ്ഞാൽ അഭൗതികമായ ഇടപെടലുകളുടെ ഒരു സമൂഹമാണ്. നമ്മളെപ്പം ദീനിനെ ശാസ്ത്രീയവൽക്കരിക്കാൻ മെനക്കെട്ടാനൊന്നും ദീനാവൂല, അത് ബുദ്ധികേടാണ്. ബുദ്ധി ഉപയോഗിച്ച് ദീൻ പഠിക്കാൻ മെനക്കെട്ടാൻ എവിടെ എത്തൂല. അതുകൊണ്ട് നമ്മളെപ്പോഴും പറയുന്നത്, നമ്മളെ ബുദ്ധി തുറന്നു കിട്ടാനല്ല ദുആ ചെയ്യേണ്ടത്, അള്ളാഹിനോട് കൽബ് തുറന്നു കിട്ടാനാ. റബ്ബിശ്റഹ് ലീ സദ്രി, എന്റെ കൽബ് തുറന്നതാ അല്ലാന്നത്. നമ്മൾ കുറെ ബുദ്ധി ഉള്ളത് കൊണ്ടൊന്നും ദീൻ ഉൾക്കൊണ്ട് ജീവിക്കാതെ, അങ്ങനെ എത്രയോ ബുദ്ധിമാന്മാരും വലിയ ബുദ്ധി രാക്ഷസന്മാരൊക്കെ മരിച്ചുപോയ ദുനിയാവാണ് ഈ ദുനിയാവ്. ഇപ്പൊ എല്ലാം യന്ത്രം കൊണ്ട് കളിക്കുന്ന, വെറും ബുദ്ധി കൊണ്ട് മാത്രം കളിച്ച രാജാക്കന്മാരുടെ കിങ്കരന്മാരും ലോകത്തുണ്ടായിരുന്നു. വെറും തടി കൊണ്ടും ബുദ്ധി കൊണ്ടും മാത്രം കളിച്ചവർ. ഇപ്പൊ എല്ലാം യന്ത്രം കൊണ്ടാണ് കളിക്കുന്നത്. മിസൈൽ വിട്ടിട്ട് പോയി ഒളിക്കുക, പൊട്ടുന്നത് കാണാണ്ടിരിക്കാൻ. ഇതാണ് ഇതിന്റെ മനുഷ്യന്റെ ബലഹീനത. അന്ന് നേരെ അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദിൻ ഇറമ ദാതിൽ ഇമാദ് അല്ലതി ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ് വസമൂദ അല്ലദീന ജാബു الصخر بالواد വഫിർഔന ദിൽ ഔതാദ്. ഇതൊക്കെ പഴയ കിങ്കരന്മാരെ അല്ലാഹു പരിചയപ്പെടുത്തുന്നതാണ്. ഒന്നിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരെയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകിയ നിർദ്ദേശം അനുസരിച്ച് കഅബത്തിന്റെ പണി പൂർത്തിയാക്കി ചുമരിന്റെ പണി മുങ്ങിയപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇടപെട്ടു. അല്ലാഹു ജിബ്രീലിനെ പറഞ്ഞു വിട്ട ഒരു പ്രോഗ്രാമുമായിട്ട്, ഒരു പദ്ധതിയായി, ഒരു കല്ലുമായിട്ടാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നത്. ആ കല്ല് വെച്ചു കൊടുത്തു. ഇതിന്റെ മേലെ കയറി നിന്നോളിൻ ഇസ്മായിൽ, എന്നിട്ട് ബാപ്പാക്ക് കല്ല് കൊടുക്കും. അങ്ങനെ കല്ലെടുത്ത് തലയിൽ വെച്ച് അതിന്റെ മേലെ കയറി നിന്നാൽ ആ കല്ല് അള്ളാഹു അവന്റെ ഖുദ്റത്ത് കൊണ്ട് പോക്കും. അള്ളാഹു കഴിവുള്ളവനാ. അള്ളാഹു അലമായശാവുക്കതി. അതാണ് ഞാൻ നേരത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തന്നത്. ഒരുപാട് നാളായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. ഇനിയും അള്ളാഹിനെ പറ്റി സംശയം ബാക്കിയുണ്ടെങ്കിൽ ആ ഹൃദയം തുറക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല. അത് പൂട്ടപ്പെട്ടു പോയ ഹൃദയമാണ്. ഫവൈലുൽ ലിൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാ. പൂട്ടപ്പെട്ട ഹൃദയം തുറക്കുന്ന ജോലി നമുക്കില്ല. തുറന്നു വെച്ച ഹൃദയത്തിന് പ്രകാശം കൊടുക്കുന്ന ജോലി മാത്രമേ പ്രബോധകന്മാർക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇത്രയും അള്ളാഹുവിനെ പറ്റി പറഞ്ഞു എന്നാലും റൂമിൽ പോയി ഇരുന്നിട്ട് എന്നാലും പറയുന്നത് ശരിയാണ്, എന്നാലും എന്നത് ശിർക്കിന്റെ ചേരുവയാണ്. എന്നാലും എന്ന പ്രയോഗം മുഅ്മിനീങ്ങളുടെ ഭാഗത്തുനിന്ന് വരാൻ പാടില്ല, വല്ലാഹി വരാൻ പാടില്ല. എന്നാലും എന്ന പ്രയോഗം മുഅ്മിനീങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ അവൻ അള്ളാഹുവിന്റെ കാര്യത്തിൽ സംശയാലുവാണെന്ന് അതിന്റെ അർത്ഥം. ഒരു കാരണവശാലും എന്നാലും എന്ന പ്രയോഗം മുഅ്മിനീങ്ങൾ അള്ളാഹു ആണോ എങ്കിൽ തീർച്ചയായും ബേശക്, യാതൊരു സംശയവുമില്ല. പിന്നീട് എന്നാലും ഇല്ല. എന്നിട്ടും ഇതൊക്കെ ശരി തന്നെ, എന്നാലും നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം പറയുന്നതൊന്നും ശരിയല്ല, ഈ അള്ളാഹിനെ പറ്റി കേട്ടതൊന്നും ശരിയല്ല, അള്ളാഹിനെ പറ്റി ഇനിയും സംശയം ബാക്കിയുണ്ടെന്ന അർത്ഥം. അത്രക്കാരുടെ മനസ്സ് തുറക്കാൻ ആരും ഏൽപ്പിച്ചിട്ടില്ല അള്ളാഹു തആല. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഗൗരവമായിട്ട് കാരണം എന്ത് വിഷയങ്ങളിലും അള്ളാഹുവിനെ ഇടപെടിപ്പിക്കുക എന്ന ബോധം. എങ്ങനെ ഇടപെടിപ്പിക്കണം? മുഹമ്മദുർ റസൂലുള്ളാഹി എങ്ങനെ ഇടപെടിപ്പിച്ചോ അങ്ങനെ ഇടപെടിപ്പിക്കണം. അതാണ് രണ്ടാമത്തെ കലിമ. വേറെ ഇത്രയും പറഞ്ഞത്. നാം പ്രശ്നത്തിൽ ഇടപെടിപ്പിക്കേണ്ടത് അള്ളാഹിനെയാണ്.
എങ്ങനെ? ജോത്സ്യന്റെ അടുത്ത് പോയിട്ടാണോ? അല്ല. ജിന്നിന്റെ അടുത്ത് പോയിട്ടാണോ? അല്ല. ഷെയ്ഖിന്റെ അടുത്ത് പോയിട്ടാണോ? അല്ല. വേറെ മരിച്ചവരോ ജീവിച്ചിരിക്കുന്നവരായ ആരടുത്തെങ്കിലും പോയിട്ടാണോ? അല്ല. അള്ളാഹുവിനെ ഇടപെടിപ്പിക്കാൻ ഒരു വഴിയേ ഉള്ളൂ, അത് മുഹമ്മദുർ റസൂലുള്ളാഹ്. വേറൊരു വഴിയില്ല. വേറെ ഏത് വഴിയിലൂടെ പോയാലും ഒന്നിക്കത് ശിർക്കിന്റെ അറ്റത്തിൽപ്പെടും, അല്ലെങ്കിൽ അത് ബിദ്അത്തിന്റെ അറ്റത്തിൽപ്പെടും, അല്ലെങ്കിൽ കുഫറിന്റെ അറ്റത്തിൽപ്പെടും. അപ്പം ഒരു സംശയം സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിൽ വരും, എനിക്കറിയാം കാര്യം നടക്കുന്നുണ്ടല്ലോ മൗലവി സാഹിബേ, അപ്പൊ എന്തോ സംതിങ് ഇല്ലേ? കാര്യം നടക്കുന്നുണ്ടല്ലോ, ഈ പറയുന്ന സ്ഥലത്തൊക്കെ പോയാലും കാര്യം നടക്കുന്നുണ്ടല്ലോ, അപ്പൊ എന്തോ ഒരു സംതിങ് അതിലില്ലേ? ഇല്ലാതെ ഇങ്ങനെ കാര്യം നടക്കും. ഇവിടെയാണ് നാം വേറൊരു ഇൽമും കൂടി പഠിക്കേണ്ടത്. എന്നാ പലപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ദുനിയാവിന്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്ന കാര്യത്തിൽ അള്ളാഹു താല ആദർശം പരിഗണിക്കാറില്ല. അടിമകളുടെ ആവശ്യം മാത്രമേ അള്ളാഹു പരിഗണിക്കാറുള്ളൂ. അതുകൊണ്ട് ഗുരുവായൂരപ്പന്റെ അടുത്ത് പോയിട്ട് ഒരു കുഞ്ഞിനെ വേണമെന്ന് ചോദിച്ചാലും അള്ളാഹു കൊടുത്തിരിക്കും. ശബരിമലയിൽ പോയിട്ട് ഒരു കുഞ്ഞിന് വേണ്ടി ചോദിച്ചാലും അള്ളാഹു കൊടുത്തിരിക്കും. ഇവൻ ആരോടാ ചോദിക്കുന്നല്ല അള്ളാഹ് കാര്യത്തിൽ പരിഗണിക്കുന്നത്, എന്തിനാണ് ചോദിക്കുന്നത് അള്ളാഹ് പരിഗണിക്കുന്നത്. എന്തുകൊണ്ട്? ദുനിയാവിൽ അള്ളാഹ് റഹ്മാനാണ്, ആഖിറത്തിൽ അള്ളാഹ് റഹീമാണ്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ അനുസരിച്ചവർക്കും അനുസരിച്ചാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവൻ എന്നല്ലേ നമ്മൾ പണ്ട് പഠിച്ചത്. പണ്ട് മദ്രസിനെ നമ്മൾ പഠിച്ച അർത്ഥം അതാണല്ലോ. ബിസ്മില്ലാഹി, അള്ളാന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. എങ്ങത്തല്ല റഹ്മാൻ, അനുസരിച്ചവർക്കും അനുസരിക്കാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവൻ ദുനിയാവിൽ. പിന്നെ എങ്കത്തനല്ല റഹീം, ഇവിടെ അനുസരിച്ചവർക്ക് നാളെ പ്രത്യേകം ഗുണം ചെയ്യുന്നവനല്ല. എന്ന് വെച്ചാൽ മതമോ ജാതിയോ വിശ്വാസമോ പ്രമാണമോ നോക്കാതെയാണ് അള്ളാഹ് ദുനിയാവിൽ ആവശ്യം പൂർത്തിയാക്കി കൊടുക്കുന്നത്. അതേ അവസരത്തിൽ അള്ളാഹ് ആഖിറത്തിൽ ഇടപെടുന്നത് എങ്ങനെയായിരിക്കും? ആദർശത്തെ തീവ്രമായി കീറി കണക്ക് പറഞ്ഞുകൊണ്ടായിരിക്കും നാളെ ആഖിറത്തിൽ അള്ളാഹുത്തല ഇടപെടുക. അപ്പൊ ദുനിയാവിൽ ഒരു മനുഷ്യൻ, ഞാൻ ഉദാഹരണം പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അന്ന്, ഒന്നും കൂടി ആവർത്തിക്കാം. ബിസ്മി ചൊല്ലി കല്യാണം കഴിക്കുന്ന മുസ്ലിമിനും മക്കളെ കൊടുക്കുന്നവൻ അള്ളാഹുവാണ്. യേശുവിനെ വിളിച്ച് ചർച്ചിൽ പോയി കല്യാണം നടത്തുന്ന ക്രിസ്ത്യാനിക്കും മക്കളെ കൊടുക്കുന്നവൻ അള്ളാഹുവാണ്. അമ്പലത്തിൽ ചെന്ന് രാമനെയോ കൃഷ്ണനെയോ വിളിച്ച് കല്യാണം കഴിക്കുന്ന ഹിന്ദുവിനും മക്കളെ കൊടുക്കുന്നവൻ അള്ളാഹുവാൻ. പള്ളിയിൽ ചെന്ന് ഉസൈറിനെ വിളിച്ച് കല്യാണം കഴിക്കുന്ന ജൂതനും മക്കളെ കൊടുക്കുന്നവൻ അള്ളാഹുവാൻ. പാർട്ടി ഓഫീസിൽ മാലയിട്ട് കല്യാണം കഴിക്കുന്ന നിരീശ്വരവാദിക്കും മക്കളെ കൊടുക്കുന്നവൻ അള്ളാഹുവാൻ. ഇവിടെ അള്ളാഹു താല അവർക്കായിരിക്കും നീ കല്യാണം കഴിച്ചത് രീതിയനുസരിച്ചല്ല, ഇസ്ലാം അനുസരിച്ചല്ല, അതുകൊണ്ട് എനിക്ക് മക്കളില്ല എന്ന് പറയുന്ന പ്രശ്നമില്ല. അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയേണ്ടി വരും? മുസ്ലിമീങ്ങൾക്ക് മക്കളെ കൊടുക്കുന്നത് അള്ളാഹ്, ക്രിസ്ത്യാനിക്ക് മക്കളെ കൊടുക്കുന്നത് യേശു, ജൂതന് മക്കളെ കൊടുക്കുന്നത് ഉസൈർ, ഹിന്ദുക്കൾക്ക് മക്കളെ കൊടുക്കുന്നത് രാമൻ, കമ്മ്യൂണിസ്റ്റുകാർക്ക് മക്കളെ കൊടുക്കുന്നത് അവന്റെ ഊക്കും തടിയും തണ്ടും നോക്കിയിട്ടെന്ന് പറയേണ്ടി വരും നമ്മൾ. ഇങ്ങനെ ഇവിടെ അള്ളാഹ്ക്ക് പകരം ഒരുപാട് അള്ളാഹ് നമ്മൾ ഉണ്ടാക്കേണ്ടി വരും. അപ്പം മറ്റുള്ളവരാകെ 1-2 ദൈവങ്ങളെ കൊണ്ട് നടക്കുന്നവരാണ്, നമ്മളൊരു 1000 ദൈവങ്ങളെ കൊണ്ട് നടക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഇല്ല, എല്ലാം അള്ളാഹ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംരക്ഷിച്ചതും അള്ളാഹ്, നമ്രൂദിനെ സംരക്ഷിച്ചതും അള്ളാഹ്, മൂസാ നബിക്ക് തിന്നാൻ കൊടുത്തതും അള്ളാഹ്, ഫിറൗന് തിന്നാൻ കൊടുത്തതും അള്ളാഹ്, ഈ മക്കത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് ഭക്ഷണം കൊടുത്തതും അള്ളാഹ്, സാക്ഷാൽ അബൂജഹലിന് ഭക്ഷണം കൊടുത്തതും അള്ളാഹ്. എന്തുകൊണ്ട്? മനുഷ്യന്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്ന കാര്യത്തിൽ അള്ളാഹു താല ആദർശം പരിഗണിക്കാറില്ല. അപ്പം നമ്മൾ എവിടെ പോയാലും നമുക്ക് തരുന്നത് ആരാണ്? അള്ളാഹുവാൻ. പക്ഷേ അതുകൊണ്ട് നിർത്തും അള്ളാഹു താല, മൂമിനീങ്ങൾ നാളെ ആഖിറത്തിലെത്തിയാൽ അവന്റെ വിചാരണയിൽ ആദ്യത്തെ വിചാരണ മൻ റബ്ബുക് അല്ലെ? മുങ്ങന്നൊക്കെ ആദ്യത്തെ ചോദ്യം എന്താണ്? മൻ റബ്ബുക്, നിന്റെ പ്രശ്നങ്ങളിൽ നീ ആരെയാണ് ഇടപെടിപ്പിച്ചത്? ഇതാണ് ആദ്യത്തെ ചോദ്യം. നമ്മളിത് മലയാളത്തിൽ രക്ഷിതാവ് മണ്ണാങ്കട്ടം എന്നൊക്കെ അർത്ഥം വെച്ച് പോകുക, അല്ലാതെ എന്താന്ന് പഠിക്കാറില്ല. മലയാളത്തിൽ ദീൻ പഠിച്ചാൽ ദീൻ പൂർത്തിയാവില്ല, ഉറപ്പാ. ഒരു കാര്യത്തിനും ദീൻ പൂർത്തിയാക്കാൻ കഴിയില്ല മലയാളത്തിൽ ദീൻ പഠിച്ചാൽ. ദീനിന്റെ ഭാഷയിൽ തന്നെ പഠിക്കണം. ദീൻ അള്ളാഹ് ഇറക്കുന്നത് അറബിയിലാണ്, അതിൽ തന്നെ പഠിക്കണം. അത് പഠിച്ചവരിൽ നിന്ന് പഠിക്കണം. നമ്മൾ വെറുതെ മലയാളത്തിൽ എന്തോ വാക്കും പഠിച്ചിട്ട് അർത്ഥം വെച്ചാലെന്ന് രക്ഷിതാവ് എന്ന് മലയാളത്തിൽ അർത്ഥം വെച്ചാൽ റബ്ബിന്റെ വായന എങ്ങനെ പൂർത്തിയാകുക? റബ്ബിന് രക്ഷിതാവ് എങ്ങനെ അർത്ഥം വെക്കുക? തഫ്സീറിന്റെ ഉലമാക്കൾ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ട് എന്താണ് മൻ റബ്ബ്, എന്താണ് റബ്ബ്? അൽ മുൽക്കു വൽ ഖൽഖു വത്തദബ്ബുർ, ഉടമസ്ഥതാധികാരത്തിനും നിർമ്മാണാധികാരത്തിനും നിയന്ത്രണാധികാരത്തിനും ഏതൊരുത്തൻ മാത്രമാണോ ഉള്ളത് അവന്റെ പേരാണ് റബ്ബ്. ആ റബ്ബ് ആരാണ്? അള്ളാഹുവാണ്. ഖാലു റബ്ബുനല്ലാഹ്, ഖാലു റബ്ബുനല്ലാഹ്. അപ്പൊ റബ്ബ് എന്ന് ചോദിക്കും മുഗർണിക്കർ ആദ്യം ചോദിക്കാം മൻ റബ്ബുക്, നിന്റെ റബ്ബാരാ എന്ന് വെച്ചാല് നിന്റെ രക്ഷിതാവാരാ. എന്താ രക്ഷിതാവിന്റെ മേന? അത് അറിയില്ല. രക്ഷിതാവ് ഇങ്ങനെ കേട്ട് പഠിച്ചല്ലാണ്ട് രക്ഷിതാവ് എന്താന്ന് മലയാളത്തിൽ പഠിച്ചിട്ടുണ്ടോ? നമ്മളവും പഠിച്ചിട്ടില്ല. ഇപ്പൊ മുഗർണിക്കർ അപ്പൊ എന്താണ് ശരിയാർത്ഥം? മൻ റബ്ബുക്കിന്റെ അർത്ഥം നീ ഭൂമിയിൽ ജീവിക്കുന്ന സമയം നിന്റെ പ്രശ്നത്തിൽ നീ ഇടപെടിപ്പിച്ചത് ആരെയാണ്?
നീ നിന്റെ ഉടമസ്ഥനായി പരിഗണിച്ചത് ആരെയാണ്? നീ നിന്നെയും നിന്റെ സകലത്വയും നിർമ്മിച്ചത് ആരാണെന്നാണ് പരിഗണിച്ചത്? നിന്റെ കാര്യങ്ങൾ അതാത് സമയത്ത് നിയന്ത്രിച്ചു കൊണ്ടിരുന്നവൻ ആരാണ്? ഇതാണ് റബ്ബുൽ മൻറബുക്ക് എന്ന വാക്കിന്റെ അർത്ഥം. ഈ മൂന്ന് കാര്യത്തിന് സൂറത്തു സജ്ദയിലാണ് തെളിവ്. ലില്ലാഹി മാഫി സമാവാതി ലില്ലാഹി മാഫി സമാവാതി വമാഫിൽ അർള്. ഇത് റുബൂബിയത്തിലെ മുൽക്കിന് തെളിവാണ്. അതേപോലെ തന്നെ അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർള വമാ ബൈനഹുമാ ഖൽഖിന് തെളിവാണ്. യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർള്. എല്ലാ വിഷയങ്ങളും അതാത് സമയത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഉപ്പില്ല, ഉപ്പിന് വേണ്ടി ഒരാളോട് പറയുകയാണ്, അയാൾ ഉപ്പ് കൊണ്ടുതരികയാണ്. ഇതെല്ലാം അതാത് സമയത്ത് അള്ളാഹു ഇടപെട്ട് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ രീതി അള്ളാഹനെ മനസ്സിലാക്കണം. എന്നാ ഒരു മൊട്ടുസൂചിന്റെ കാര്യം പോലും അള്ളാഹുവിൽ നിന്ന് ഒരു മൊട്ടുസൂചിയൊക്കെ അള്ളാഹുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റുമോ? അള്ളാഹ് വെച്ചാൽ വലുതല്ലേ. നമ്മൾ ദുനിയാവിന് മഹലൂക്കിനെ കാണും പോലെ അള്ളാഹിനെ കാണും. ഒരു രാജാവിന്റെ അടുത്ത് പോകുമ്പോൾ ആനച്ചേനയും കൊണ്ടുപോയ കഥ ഓർക്കുന്നുണ്ട്. നിങ്ങൾ ആനച്ചേനയും കൊണ്ടുപോയിട്ട് കഥയുണ്ട്. അപ്പൊ അതേപോലെ നമ്മൾ വലിയ കാര്യം മാത്രം അള്ളാഹിനോട്, ചെറിയ കാര്യം എല്ലാം വേറെ ആളോട് ഇല്ല. സുഹൃത്തുക്കളില്ല. മിസ്കാല ദർറ ഒരണുമണി തൂക്കത്തിന്റെ ഉടമസ്ഥതാവകാശം, ഒരണുമണി, അതായത് ഒരു ആറ്റമിന്റെ കതിറ് പോലും ഉടമസ്ഥാധികാരം അല്ലാഹു തആല വരായിരിക്കും വിട്ടുകൊടുത്തിട്ടില്ല. എന്നിട്ടല്ല പിന്നെ ഒരു മുട്ടുസൂചിന്റെ കാര്യം, എന്നിട്ടല്ല ഒരു നഖത്തിന്റെ കാര്യം, എന്നിട്ടല്ലേ ഒരു ചായന്റെ പഞ്ചാരന്റെ കാര്യം. കംപ്ലീറ്റ് അള്ളാഹുവിന്റെ ഇടപെടലുമായി ബന്ധപ്പെട്ടതാണ്. അതാണ് യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർള്. നമ്മള് സഹാബാക്കൾ എത്ര രസമായിട്ട് ജീവിച്ച ഇത് തെളിവ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ ഒരു സംഭവം പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അങ്ങനെ ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക്കിനെ തൊട്ട് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അനസ് റളിയല്ലാഹു ഖാദിമു റസൂലില്ലാ, അല്ലാഹു റസൂലിന്റെ ഖാദിമാണ്. 10 കൊല്ലം നബിയുടെ ഖിദ്മത്ത് ചെയ്ത വ്യക്തിയാണ് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു. ആ അനസ് റളിയല്ലാഹുവിനെ തൊട്ട് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുക, ഒരു ദിവസം വെള്ളിയാഴ്ച മസ്ജിദുൻ നബവിയിൽ വെള്ളിയാഴ്ച ജുമാക്ക് ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന റസൂൽ തങ്ങൾ മിമ്പറിൽ. ആ സന്ദർഭത്തിൽ ഗ്രാമീണരായ ചില ആൾക്കാർ പള്ളിയിലേക്ക് കടന്നു വന്നു. എന്നിട്ട് ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന റസൂലുള്ളാഹി തങ്ങളോട് അവർ വന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദ്. അവരങ്ങനെ വിളിക്കുക, ഈ ഗ്രാമീണർ അങ്ങനെ വിളിക്കുക. അവർക്ക് ഗ്രാമീണരായ ഒരു ശൈലി ഉണ്ടാവുമല്ലോ. അങ്ങനെ യാ മുഹമ്മദ്, ഓ മുഹമ്മദ്, വെള്ളമില്ലാതെ ഞങ്ങൾ കുടുങ്ങിയിരിക്കുക, ഞങ്ങളെ കൃഷിയൊക്കെ ഉണങ്ങാൻ തുടങ്ങി, ഞങ്ങളെ മൃഗങ്ങളൊക്കെ ചാകാൻ തുടങ്ങി, ഞങ്ങളെ കുട്ടികളൊക്കെ പട്ടിണി കിടക്കാൻ തുടങ്ങി, ഒന്ന് പറ അള്ളാഹിനോട്, ആ മഴ എന്തിനാ പിടിച്ചു വെച്ചിരിക്കുന്നത്, ഒന്ന് ഇറക്കാൻ വേണ്ടി പറ. എത്ര കൂളായിട്ടാണ് അവർ അള്ളാഹുവിനെ കണ്ടത്, എത്ര കൂളായിട്ടാണ് അവർ അള്ളാഹിനെ കണ്ടത്. നമ്മളിത് പിന്നെ മീസാൻ കല്ലും കഫൻ തുണി മുതൽ അങ്ങോട്ടുള്ള എല്ലാം അള്ളാഹ്ക്കും, ബാക്കിയുള്ള ഒന്നിക്ക് തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ ഡൽഹിയിൽ അല്ലെങ്കിൽ UN. ഇതാണ് നമ്മളെ കാര്യം. എങ്ങനെ അതിനൊന്നും അള്ളാഹ്ക്ക് ഇടപെടലില്ല. അള്ളാഹ്ക്ക് ഇടപെടലെന്ന് വെച്ചാൽ മുങ്കറിന്റെ 2 മുതൽ അങ്ങോട്ട് അള്ളാഹിന്റെ ഇടപെടൽ ഇല്ല, സഹോദരമില്ല. നമ്മളെ ദൈനംദിന ജീവിതത്തിലെ ഒരു വില്ലേജ് ഓഫീസർ എടുത്തുന്ന ഒരു OBC സർട്ടിഫിക്കറ്റിൽ ഒപ്പിട്ട് കിട്ടുന്നത് പോലും ആ സമയത്ത് അള്ളാഹിന്റെ ഇടപെടലുമായി ബന്ധപ്പെട്ടതാണ്. ഇതാണ് ഈമാൻ, ഇതാണ് അള്ളാഹുമായിട്ടുള്ള ഈമാൻ. വേറെ ഒന്നിലും ഒരു വിഷയത്തിലും അള്ളാഹു തആല ഒന്നും ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല. എല്ലാം അള്ളാഹിന്റെ കൺട്രോളിൽ തന്നെ നയിക്കുകയാണ്. അതല്ലേ അള്ളാഹ്, അതല്ലേ, അതുകൊണ്ടാണല്ലോ അള്ളാഹ്. നമ്മളെന്താ അള്ളാഹിനെ പറ്റി മനസ്സിലാക്കാത്തത്? അള്ളാഹിനെ പറ്റി അറിയും. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നെ എന്തുകൊണ്ടാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ? അള്ളാഹു അതാണ്. ആ അള്ളാഹു അല്ലാത്തവരെ പിടിച്ച ഒരു രക്ഷപ്പെടാനില്ല. കാരണം ആരെ പിടിച്ചാലും തരേണ്ടത് അള്ളാഹുവാണ്. ആരെ വില്ലേജ് പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റിനെ പിടിച്ചാലും തരേണ്ടത് മുഖ്യമന്ത്രിയാണ്, താലൂക്ക് പ്രസിഡന്റിനെ പിടിച്ചാലും തരേണ്ടത് മുഖ്യമന്ത്രിയാണ്, ജില്ലാ പ്രസിഡന്റിനെ പിടിച്ചാലും തരേണ്ടത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയായിട്ട് നേരിട്ട് പരിചയമുണ്ടെങ്കിൽ പിന്നെ ഈ കാര്യം വേണം, മുഖ്യമന്ത്രിനെ നേരിട്ട് വിളിച്ചാൽ മതിയല്ലോ. സാറേ എനിക്ക് ഇന്ന് ആവശ്യമുണ്ട്, പ്രശ്നം തീർത്തല്ലേ. അതോ മുഖ്യമന്ത്രിനെ പരിചയമില്ലാത്തവളും അവർ ഇടപെടാൻ സാധിക്കാത്തവരെല്ലാം ഇടയ്ക്ക് ഇങ്ങനെ പോകാൻ വേണ്ടി നേർക്ക് പരിചയമുള്ളവരെ സംബന്ധിച്ചോളം വേറെ ഒന്നിന്റെ ആവശ്യം വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ മതി. നമ്മൾ അള്ളാഹുവിന്റെ ആളാണെന്ന് നേരത്തെ അംഗീകരിച്ചില്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെയും നമ്മൾ വില്ലേജ് ഓഫീസർ നോക്കി നടക്കുന്നതിനാ, പിന്നെയും നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് നോക്കി നടക്കുന്നതിനാ? ഇവിടെ അള്ളാഹു ആണെന്ന് നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞില്ലേ? അഷ്ഹദു, ഞാൻ ഷഹാദത്ത് ചെയ്യുന്നു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ വേറെ മഅബൂദ് ഇല്ല എന്നുള്ള കാര്യത്തിന് ഞാൻ സാക്ഷിയാണ്. ഞാൻ സാക്ഷിയായ ഒരു കാര്യത്തിന് അള്ളാഹു എല്ലാത്തിനും അടുത്ത് പോയാൽ എന്റെ സാക്ഷിത്വം കണ്ട സാക്ഷി തന്നെ എന്റെ അർത്ഥം. എന്റെ ഷഹാദത്ത് ശരിയായിട്ടാന്നല്ലേ എന്റെ അർത്ഥം. എന്റെ ഷഹാദത്തിന് ഞാൻ ചതി കാണിക്കുന്നു, വഞ്ചന കാണിക്കുന്നല്ലേ എന്റെ അർത്ഥം. അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ സാക്ഷി നിൽക്കുക. പുറത്തിറങ്ങിയിട്ട് അള്ളാഹു അല്ലാത്തവരെ ഞാൻ ആശ്രയിക്കുക. അപ്പൊ തന്നെ ആ ഷഹാദത്തിന് വെള്ളം ചേർന്നില്ലേ? ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഇവിടെയാണ് വിഷയം മനസ്സിലാക്കേണ്ടത്. ദുനിയാവിൽ ഏതൊരാളുടെയും ആവശ്യങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തിയാക്കി കൊടുക്കുന്നു. നാളെ ആഖിറത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആവശ്യത്തെ പറ്റിയല്ല അല്ലാഹു തആല ചർച്ച ചെയ്യുക. ആവശ്യം എനിക്കുണ്ടായിട്ടുണ്ടോ? ഉണ്ട്. എന്താണ് എനിക്കുണ്ടായത് ആവശ്യം? എനിക്ക് കല്യാണം കഴിച്ച് 10 കൊല്ലത്തേക്ക് എനിക്ക് കുഞ്ഞുങ്ങളാരും ഉണ്ടായില്ല. നീ എന്തു ചെയ്തു? എന്നിട്ട് നീ എന്ത് ചെയ്തു? മൻ റബ്ബുക താരീഫാണ്. നീ എന്ത് ചെയ്തു?
ഞാൻ ഇന്നാളെ സമീപിച്ചു. എന്നിട്ട് നിനക്ക് കാര്യങ്ങൾ നേടിയോ? നേടി. എനിക്ക് കുഞ്ഞിനെ കിട്ടി. ആരാ നിനക്ക് കുഞ്ഞിനെ തന്നത്? ഇന്ന ദൈവം, അല്ലെങ്കിൽ ഇന്ന ദേവി, അല്ലെങ്കിൽ ഇന്ന ഭഗവാൻ, അല്ലെങ്കിൽ ഇന്ന ഭഗവതി, അല്ലെങ്കിൽ ഇന്ന ഷെയ്ഖ്, അല്ലെങ്കിൽ ഇന്ന വലിയ. അപ്പൊ തന്നെ അള്ളാഹു താല അവരെ വിളിക്കുകയാണ്. അതാണ് അള്ളാന്റെ ഇസാബിന്റെ രീതി. ആ സമയത്ത് അള്ളാഹു അവരെ വിളിക്കുകയാണ്. ആരെയാണോ നമ്മൾ അള്ളാഹ്ക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അവരവിടെ റെഡിയായിരിക്കും. അള്ളാന്റെ റബ്ബിൽ ആലമീൻ 100% അള്ളാന്റെ കസ്റ്റഡി അള്ളാന്റെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പൊ തന്നെ അള്ളാഹ് വിളിക്കുകയാണ് അവരെ. ആദ്യത്തെ സാക്ഷി അവരാണ്. അള്ളാഹു തആല പറഞ്ഞില്ലേ, അള്ളാഹുവിനെ കൂടാതെ നിങ്ങളെ കാര്യങ്ങൾ ഇടപെട്ടു എന്ന് പറയുന്നവരുണ്ടല്ലോ ഈ കൂട്ടത്തിൽ, വിളിക്കാൻ വരുന്നത്. അങ്ങനെ ക്രിസ്ത്യാനികൾ യേശുവിനെ വിളിക്കും. നിങ്ങൾക്ക് യേശുവാണ് കാര്യങ്ങൾ നടത്തി തന്നത്. ശരി, നമ്മളെ സംബന്ധിച്ചോളം ഈസാ നബി ആരാ? നമ്മുടെ റസൂലാ, നമ്മുടെ നബിയാണ്. ക്രിസ്ത്യാനികളെക്കാൾ നമുക്ക് ബന്ധം ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമുമായിട്ട് നമുക്കാണ്. ബഹുമാനപ്പെട്ട ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അപ്പം വിളിക്കലായി അള്ളാഹു തആല. ക്രിസ്ത്യാനി പറഞ്ഞു, ഞങ്ങൾ യേശുവിനോട് ചോദിച്ചു, നിങ്ങൾക്ക് കുഞ്ഞിനെ തന്ന ആരാ? യേശു തന്നു, ഈസാ തന്നു. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട നബിയാണ്, ഇഷ്ടപ്പെട്ട റസൂലാണ്, കുദ്റത്തിന്റെ നബിയാണ്, കുദ്റത്തിന്റെ റസൂലാണ്. അത് വേറെ വിഷയം. അപ്പൊ തന്നെ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം വിളിക്കലായി അള്ളാഹ്. അവരാണ് നിർത്തിയിട്ട് ഇവരുടെ സാക്ഷികൾ വിളിക്കുന്നു. ഉടൻ നിന്ന് ചോദിക്കുന്നു അള്ളാഹു തആല ഈസാ നബിയോട്, യാ ഈസ ബിന മറിയം, ഓ മറിയമിന്റെ മകൻ ഈസ, അഅൻത ഖുൽത ലിന്നാസ്, ഈ കോടിക്കണക്കിന് ക്രിസ്ത്യാനികളോട് നീ പറഞ്ഞതാണോ, ഇത്തഖിദൂനി വ ഉമ്മിയ ഇലാഹൈനി മിൻ ദൂനില്ലാഹ്, മക്കളില്ലെങ്കിൽ മക്കളെ ചോദിക്കാൻ, പൈസ ഇല്ലെങ്കിൽ പൈസ ചോദിക്കാൻ, രോഗം വന്ന രോഗം മാറ്റാൻ ചോദിക്കാൻ നീ ഈ ജനങ്ങളോട് നിന്റെ ഉമ്മാനെയോ നിന്നെയോ എന്നെ കൂടാതെ വിളിച്ചാൽ മതിയെന്ന് നീയാണോ പറഞ്ഞു കൊടുത്തത്? സൂറത്തുൽ മാഇദ. അള്ളാഹു തആല സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് നല്ല ബുദ്ധി വന്നിരിക്കുന്നത്. ബാക്കി നമ്മളെ കൂട്ടി പഠിച്ചോളണം. ബാക്കിയുള്ള കാര്യം നമ്മൾ കിയാസ് ആയിക്കൊള്ളണം. ഇവിടെ അള്ളാഹു തആല എല്ലാം പറയാൻ മെനക്കെട്ട് കഴിഞ്ഞാൽ പിന്നെ കിതാബ് എത്ര വേണ്ടി വരും? ഓതി തീരുമോ? അള്ളാഹു തആല നമുക്ക് മനസ്സിലാക്കാൻ മാത്രം ഉദാഹരണം പറഞ്ഞു തരികയാണ്. യാ ഈസ ബിന മറിയം, ഓ മറിയമിന്റെ മകൻ ഈസ, അൻത ഖുൽത ലിന്നാസ്, നീയാണോ ഈ ജനങ്ങളോട് പറഞ്ഞത് ഇത്തഖിദൂനി വ ഉമ്മിയ ഇലാഹൈനി മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിനെ കൂടാതെ ഈ നിന്നെയും നിന്റെ ഉമ്മ മറിയത്തെയും വിളിച്ചാൽ മതി എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ, എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസോ വരുമ്പോൾ നിന്നെയും നിന്റെ ഉമ്മാനെയും വിളിച്ചാൽ മതി എന്ന് നീയാണോ ഈ ജനങ്ങളോട് പറഞ്ഞു കൊടുത്തത്? ഇവരൊക്കെ പറഞ്ഞത് നീയാണെന്നാണല്ലോ. ഇവർക്ക് കുട്ടികളെ കൊടുത്തത് നീ, ഇവരെ രോഗം മാറ്റി കൊടുത്തത് നീ, ഇവർക്ക് വീടുണ്ടാക്കി കൊടുത്തത് നീ, ഇവരെ ആരോഗ്യം കൊടുത്തത് നീ, ഇവരെന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ നിന്നെയാണല്ലോ വിളിച്ചിരിക്കുന്നത്, നീയാണ് കൊടുത്തതെന്നാണല്ലോ പറയുന്നത്. ബഹുമാനപ്പെട്ട ഈസാ നബിയെ വിചാരണ ചെയ്യുന്ന അല്ലാഹു തആല നമ്മളെല്ലാം നിർത്തിക്കൊണ്ട്. അപ്പൊ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാഗത്തുള്ള മറുപടി, അല്ലാഹുവേ, പഠിച്ചവനെ, ഇതൊക്കെ പറയാൻ ഞാൻ ആരാണ് അല്ലാഹുവേ? എനിക്ക് എന്തു പറ്റിപ്പോയി ഇതൊക്കെ പറയാൻ? ഞാൻ അങ്ങനത്തെ ഒരു കാര്യവും ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. മാ ഖുൽതു ലഹും, ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. നിനക്ക് മാത്രം ഇബാദത്ത് ചെയ്യാനും നിന്റെ മാത്രം ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാനും അല്ലാതെ വേറെ ആയിക്കോട്ടെ ഒരു കാര്യവും ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. പഠിച്ചവനെ, ഭൂമിയിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ രേഖയിൽ ഉണ്ടാവുമല്ലോ. ഞാൻ അഥവാ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്കറിയാലോ, നിന്റെ രേഖയിൽ ഉണ്ടാവുമല്ലോ അത്. ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഫലമ്മാ തവഫൈതനി, ഭൂമിയിൽ നിന്ന് നീ എന്നെ മാറ്റിപ്പാർപ്പിച്ചപ്പോൾ, എന്റെ ജീവിതം ആകാശ ലോകത്താക്കിയപ്പോൾ, അള്ളാഹുവേ നീയാണല്ലോ അവരെ കാര്യം കൂടുതൽ നിയന്ത്രിച്ചത് നീയാണല്ലോ. അങ്ങനത്തെ ഒരു വാക്ക് പോലും ഞാൻ പറഞ്ഞിട്ടില്ല അവരോട്. ഈ സന്ദർഭത്തിൽ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ച് കാര്യങ്ങൾ ആവശ്യപ്പെട്ട 100% വരുന്ന ക്രിസ്ത്യാനികൾ, അതായത് ക്രിസ്താബ്ദം 3-ാം നൂറ്റാണ്ട് മുതൽ ലോകാവസാനം വരെ എത്ര കോടി ക്രിസ്ത്യാനികൾ ഭൂലോകത്തുണ്ടോ അവർ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മുഴുവനും നിർത്തിപ്പൊരിക്കുന്ന സമയം. ഇതിനെ സംബന്ധിച്ച് സൂറത്തു സജദയിൽ അല്ലാഹു തആല പറഞ്ഞൊരു ആയത്ത് നിങ്ങൾക്ക് ഒന്ന് കേൾപ്പിച്ചു തരാം. അല്ലാഹു തആല നബി തങ്ങളോട് പറയണം, ആ വിചാരണന്റെ സമയം അള്ളാഹുവിനെ കൂടാതെ ഈ ദുനിയാവിന്റെ കാര്യത്തിൽ പ്രതീക്ഷിക്കുകയും അർപ്പിക്കുകയും ചെയ്തവരെ വിളിച്ച് വിചാരണ ചെയ്യുന്ന സമയത്ത് അവരെ വിളിച്ചവർ നിരാശപ്പെടുന്ന രംഗം സൂറത്തു സജദയിൽ അല്ലാഹു പറഞ്ഞൊരു വാക്കുണ്ട്, വലൗ തറാ ഇദിൽ മുജ്രിമൂന നാകിസു റൂസിഹിം ഇൻദ റബ്ബിഹിം. ഓ മുഹമ്മദ് നബിയെ, നാളെ മുജ്രിമീങ്ങൾ, അള്ളാഹുവിനെ കൂടാതെ വ്യക്തികളെയോ ശക്തികളെയോ പ്രശ്നത്തിൽ ഇടപെടിപ്പിക്കാൻ മെനക്കെട്ടവർ
നാളെ അവരെ വിചാരണ ചെയ്യുന്ന സമയത്തുള്ള രംഗം നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ നബിയെ നിങ്ങൾക്കത് താങ്ങാൻ കഴിയില്ല നബിയെ. വലോ തറ ഇതിൽ മുജിരിമൂന നാക്കിസൂറുസിഹിം, അവർ അവരുടെ ലജ്ജ കൊണ്ട് നാണം കൊണ്ട് നമ്മുടെ ദുനിയാവിൽ എത്ര പൈസയാണ് ആ വ്യക്തിക്ക് വേണ്ടി ചെലവാക്കിയത്, ഈസാ നബിക്ക് വേണ്ടി ചെലവാക്കിയത്, എത്ര വീട് എത്ര ബിൽഡിങ്ങുകളാണ് അവർക്ക് വേണ്ടി അവരെ സ്മാരകമായി നിർമ്മിച്ചത്, എത്ര ആണുങ്ങളാണ് കല്യാണം കഴിക്കാതെ കാത്തിരുന്നത്, എത്ര പെണ്ണുങ്ങളാണ് കല്യാണം കഴിക്കാതെ സിസ്റ്റർ മദർമാരായിട്ട് കഴിച്ചു കൂട്ടിയത്, എല്ലാം ഈ ഒരു യേശുവിന് വേണ്ടി. ഇപ്പോഴാ യേശു പൂർണ്ണമായി കൂറുമാറിയിരിക്കുക, ഇതൊന്നും ഞാൻ അറിയില്ല എന്ന് പറഞ്ഞിരിക്കുക. ഈ സന്ദർഭത്തിൽ അവർക്കുള്ള നിരാശ ഭയങ്കരമാണ് നബിയെ അല്ലാഹു തആല സൂറത്തുൽ സഅദിലൂടെ പറയും. ഈ സന്ദർഭത്തിൽ അവർ പറയുന്ന വാക്ക് അല്ലാഹു തആല പറയുന്നത്, അതായത് അള്ളാഹുവിനെ കൂടാതെ വ്യക്തികളെ, ശക്തികളെ, വസ്തുക്കളെ, മരിച്ചുപോയവരെ, ജീവിച്ചിരിക്കുന്നവരെ, നമ്മുടെ സ്വന്തം പ്രശ്നത്തിൽ ഇടപെടിപ്പിച്ചവരെ സംബന്ധിച്ച് അല്ലാഹു തആല നാളെ പറയുന്ന വിഷയം. ഇന്ന് അല്ലാഹു തആല മിണ്ടൂല, ഇന്ന് അള്ളാഹ് അനങ്ങൂല. എന്താണോ ആവശ്യം അല്ലാഹു തആല ചെയ്തു കൊടുക്കും, എന്താണോ സൗകര്യം അതും ചെയ്തു കൊടുക്കും. അധികാരം വേണോ അധികാരം കൊടുക്കും, പണം വേണോ പണവും കൊടുക്കും, ആരോഗ്യം വേണോ ആരോഗ്യം കൊടുക്കും, മക്കളെ വേണോ മക്കളോ, ആരോട് ചോദിച്ചാലും ശരി, എവിടെ പോയി ചോദിച്ചാലും ശരി, ആവശ്യങ്ങൾക്ക് ഒരു മുട്ടും അല്ലാഹു തആല ഉണ്ടാക്കൂല ദുനിയാവിൽ. പക്ഷെ നാളെ ആഖിറത്തിലെത്തിയാൽ ഈ ആവശ്യങ്ങളൊക്കെ പൂർത്തിയാക്കാൻ നീ ആരെയാണ് സമീപിച്ചത് എന്ന് അല്ലാഹു തആല ചോദിക്കും. ഈ സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വിഷയം. അവരത് പറയും, റബ്ബനാ സമീനാ അബ്സർന, ഞങ്ങൾ കണ്ടു നബി അല്ലാഹുവേ, വസമീന, ഞങ്ങൾ സംഗതി കേൾക്കുകയും ചെയ്തു അല്ലാഹുവേ, ഫർജിഅനാ നഅമൽ സാലിഹ, അബദ്ധം പറ്റിപ്പോയി പഠിച്ചവനെ, ഞങ്ങളെ പുരോഹിതന്മാരാണ് ഞങ്ങൾക്ക് ഈ രീതിയിൽ പറഞ്ഞു തന്നത്, ഞങ്ങളെ നേതാക്കന്മാരാണ് ഇങ്ങനെ ചെയ്യാൻ ഞങ്ങളോട് കൽപ്പിച്ചത്, നീയല്ലാത്തവരെ വിളിക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചത് അവരാണ്, ഞങ്ങളെ അവർ തെറ്റിച്ചു. അത്തഈന സാദത്തന വകുബറാന, ഞങ്ങളെ പുരോഹിതന്മാരും നേതാക്കന്മാരും ഞങ്ങളെ വഴിവഴിപ്പിച്ച് കളഞ്ഞു. അല്ലാഹ് കുറച്ച് നാളത്തേക്ക് ദുനിയാവിലേക്ക് ഞങ്ങളെ മടക്കി അയച്ചതാ, ഞങ്ങൾ അവിടെ പോയിട്ട് നിനക്ക് മാത്രം നഅമൽ സാലിഹ, നിന്റെ മാത്രം ഞങ്ങൾ വിളിക്കാം, നിന്നോട് മാത്രം ഞങ്ങൾ ദുആ ചെയ്യാം, നിനക്ക് മാത്രമായി ഞങ്ങൾ ബലിയർക്കാം, നിനക്ക് മാത്രമായി ഞങ്ങൾ നേർച്ച വഴിപാടുകൾ നടത്താം, കുറച്ച് ദിവസത്തേക്ക് ഞങ്ങൾ ഒന്ന് ഒഴിവാക്കിത്ത അല്ലാഹുവേ. ആ സമയത്ത് അല്ലാഹുവിന്റെ മറുപടി സൂറത്തു യാസീൻ, വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ അലം അൽഹദി ഇലൈക്കും യാ ബനി ആദം അല്ലാ തഅബുദു ശൈത്താൻ. വംതാസുൽ യൗം, മാറി നിൽക്കണം അവിടെ നിന്ന്. ഇൻതാസാന്ന് മാറി നിൽക്കണം. വംതാസുൽ യൗം, ഇന്നത്തെ ദിവസം മാറി നിൽക്കണം അവിടെ നിന്ന്. അയ്യുഹൽ മുജ്രിമൂൻ, കുരുത്തം കെട്ടവന്മാര്. അലം അൽഹദി ഇലൈക്കും യാ ബനി ആദം അല്ലാ തഅബുദു ശൈത്താൻ, ശൈത്താനെ അനുസരിച്ചു പോകരുതെന്നും വഅനിഅ്ബുദൂനി ഹാദാ സിറാത്തും മുസ്തഖീം, എന്തുണ്ടെങ്കിലും ഞാനുമായിട്ട് മാത്രമേ ആകാവൂ എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലായിരുന്നു ദുനിയാവിൽ? എന്റെ നബിമാര് വന്നിട്ടില്ലായിരുന്നോ? എന്റെ മുർസലീങ്ങൾ വന്നിട്ടില്ലായിരുന്നോ? എന്റെ പ്രബോധകന്മാർ വന്നിട്ടില്ലായിരുന്നോ? രേഖകൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ലേ? അവർ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലേ? എന്ത് പ്രശ്നമുണ്ടെങ്കിൽ എന്നെ മാത്രമേ ഇടപെടിപ്പിക്കാവൂ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ? അനിഅ്ബുദൂനി ഹാദാ സിറാത്തും വലഖദ് അദല്ല മിൻകും ജിബില്ലൻ കസീറ, ഈ ശൈത്താൻ ഇതിനു മുമ്പും പലരെയും പഴപ്പിച്ചിട്ടുണ്ട്. നൂഹ് നബിന്റെ കാലം മുതൽ തുടങ്ങിയതാണ് ഇവൻ. അള്ളാഹു അല്ലാത്ത വ്യക്തികളെയും ശക്തികളെയും പരിചയപ്പെടുത്തി കൊടുക്കാൻ, വലിയകളെയും ശൈഖുകളെയും ശുഹദാക്കളെയും പരിചയപ്പെടുത്തി കൊടുക്കാൻ. അന്നേ ഞാൻ പറഞ്ഞിട്ടില്ലേ, എനിക്ക് പകരം നിങ്ങൾ അവരെ ഒന്നും നിശ്ചയിച്ചു പോകരുത്. ഒന്നിക്കൽ എനിക്ക് നിദ്ദായിട്ട് അവനെ പകരമായിട്ട്, ഒന്നിക്കൽ ഷിർക്കായിട്ട്, കൂറുകാരനായിട്ട്, അല്ലെങ്കിൽ ലഹീറായിട്ട്, സഹായിയായിട്ട്, അല്ലെങ്കിൽ ഷഫീയായിട്ട്, ശുപാർശകനായിട്ട്, അല്ലെങ്കിൽ വസീലായിട്ട്, ഇടക്ക് നിൽക്കുന്നവനായിട്ട്, ഈ വിധത്തിലൊന്നും നിങ്ങൾ എനിക്ക് പകരം വേറെ ആരെയും കാണരുത് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ? ഇപ്പോഴാണ് നിങ്ങൾ മനസ്സിലായത്. അവൻ തക്കൂനു താക്കിലൂൻ, നിങ്ങൾക്ക് എന്താ ബുദ്ധി ഉണ്ടായിരുന്നില്ലേ? നിങ്ങൾക്ക് ചിന്തിക്കാമായിരുന്നില്ലേ ഞാൻ അല്ലാത്തവരെ പരിചയപ്പെടുത്തി തരുമ്പോൾ? ഇപ്പോഴാണ് നിങ്ങൾ പരാതി പറയുന്നത്. പോടാ പുറത്തുകയാണ്. അല്ലാഹു തആല അവരെ ഇരുളടഞ്ഞ ഒരു ഗർത്തത്തിലേക്ക് തള്ളും വിചാരണ തീരുന്നത് വരെ. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തെ സ്വീകരിക്കുന്ന രീതി. മനസ്സിലാക്കേണ്ട വിഷയം എന്താ? അല്ലാഹു തആല ഈ വിഷയത്തെ സ്വീകരിക്കുന്ന രീതി ഇതാണ്. ഈ ദുനിയാവിൽ വെച്ച് അല്ലാഹു തആല കാര്യങ്ങൾ നടത്തുന്നത് ഒരു മനുഷ്യന്റെ വിശ്വാസ പ്രമാണം നോക്കിയിട്ടല്ല. അതുകൊണ്ട് സംതിങ് എന്തോ ഇല്ല എന്നുള്ള ചിന്ത വേണ്ട. ഒന്നും ഇല്ല, കാര്യം നടത്തുന്നത് അല്ലാഹുവാണ്. ഒരു മുശ്രിക്, ഒരു ഹിന്ദു ആയാലും ഒരു ക്രിസ്ത്യാനി ആയാലും, ഒരു ഹിന്ദു രാമന്റെ പിന്നാലെ പോയി ചോദിച്ചാലും, ഒരു ക്രിസ്ത്യാനി യേശുവിന്റെ പിന്നാലെ പോയി ചോദിച്ചാലും, ഒരു ജൂതൻ ഉസൈറിന്റെ പിന്നാലെ പോയി ചോദിച്ചാലും, ആരുടെ പിന്നാലെ പോയി ചോദിച്ചാലും കേൾക്കുന്നവൻ അല്ലാഹുവാൻ, നടപ്പിലാക്കുന്നവനും അല്ലാഹുവാൻ. പക്ഷെ ദുനിയാവിൽ കാര്യങ്ങൾ നടക്കുന്നു എന്നതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടുകയില്ല. ഈ നടത്തിയത് ആരാണെന്ന് നാളെ ആഖിറത്തിൽ അല്ലാഹു ചോദിക്കും. അതുകൊണ്ടാണ് ആദർശം ആഖിറത്തിലേക്ക് നമ്മൾ പറഞ്ഞത്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീന ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ. ദീനിലൂടെ അല്ലാഹു ആവശ്യപ്പെടുന്നത്, ഈമാനിലൂടെ അല്ലാഹു ആവശ്യപ്പെടുന്നത് ആഖിറത്തിന്റെ വിജയമാണ്. ദുനിയാവിന്റെ കാര്യങ്ങൾ നേടാൻ നിങ്ങൾ ദീനിനെ ഉപയോഗപ്പെടുത്തേണ്ട. ദീനില്ലെങ്കിലും ദുനിയാവ് അല്ലാഹു നിങ്ങൾക്ക് തരും. ദീനില്ലെങ്കിലും നിങ്ങൾക്ക് ആരോഗ്യം തരും.
അള്ളാഹു തആല മുശ്രിക്കീങ്ങൾക്ക് ആരോഗ്യം കൊടുക്കുന്നു, അവർക്കും കല്യാണത്തിന് നല്ല സൗന്ദര്യമുള്ള മക്കളെ കൊടുക്കുന്നു, ക്രിസ്ത്യാനികൾക്കും നല്ല സൗന്ദര്യമുള്ള മക്കളെ കൊടുക്കുന്നു, ജൂതന്മാർക്കും സൗന്ദര്യമുള്ള മക്കളെ കൊടുക്കുന്നു, മുസ്ലിമീങ്ങളായ നമുക്കും കിട്ടുന്നു. എങ്കിൽ പിന്നെ ആദർശത്തിന്റെ പേരിലാണ് എങ്ങനെയാണ് പറയാൻ പറ്റുക? ആദർശത്തിന്റെ പേരിലാണെങ്കിൽ മുഅ്മിനീങ്ങൾക്ക് മാത്രമല്ലേ കിട്ടാൻ പാടുള്ളൂ, ബാക്കിയുള്ളവർക്ക് കിട്ടാൻ പാടില്ലല്ലോ. ഇനി അഥവാ കിട്ടിയ അള്ളാഹു അല്ലാതെ വേറെ ആരോ കൊടുത്തെന്ന് സമ്മതിക്കേണ്ടി വരൂലേ? ഇതെല്ലാം അപകടമാണ്, ഏത് വഴിക്ക് പോയാലും അപകടമാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ സാമ്പത്തിക ശേഷി കൊടുക്കുന്നതായാലും ശരി, ആരോഗ്യശേഷി കൊടുക്കുന്നതായാലും ശരി, അധികാരശേഷി കൊടുക്കുന്നതായാലും ശരി, അത് ജാതിയോ മതമോ വിശ്വാസമോ പ്രമാണമോ നോക്കിയിട്ടല്ല, മറിച്ച് മനുഷ്യൻ ഇൻസാനിയത്ത് നോക്കിക്കൊണ്ടാണ് അള്ളാഹു ഇസ്ലാമിയത്തിനെ പരിഗണിക്കുന്നത്. ആഖിറത്തിലാണ്. അത് എവിടെ ശ്രദ്ധിച്ചോളണം? ഇവിടെ ശ്രദ്ധിച്ചോളണം. മരിക്കുന്നതിന് മുമ്പ് ക്ലിയർ ആയിക്കൊള്ളണം സർട്ടിഫിക്കറ്റ്. അതിനുള്ള വഴി ഒറ്റൊന്നേ ഉള്ളൂ, മുഹമ്മദുർ റസൂലുള്ളാഹ്. പണ്ടര പറഞ്ഞ അതിൽ ഇപ്പോഴും തോണിക്കരത്തിന് അണക്കലെത്തിയിട്ടില്ല. പക്ഷെ നമുക്ക് പെട്ടെന്ന് തീർക്കാം. ഇനിയിപ്പോൾ ഒരാഴ്ച ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത വ്യാഴാഴ്ച രാത്രി ആയിരിക്കും ഇൻഷാ അല്ലാഹ് നമ്മുടെ മദീന മുനവ്വറിലേക്ക് യാത്ര തിരിക്കുക. അപ്പൊ ഞാൻ മുഹമ്മദ് റസൂലുള്ളാഹിയോട് ഉദ്ദേശിക്കുന്നതും മദീനത്തെത്തുന്നതിന് മുമ്പായിട്ട് ആരാണ് ഈ മുഹമ്മദ് നബി എന്ന് അറിയണം. ഇങ്ങനെ നമ്മൾ നിയത്ത് ചെയ്തിട്ട് വന്നതാണ്. നമ്മൾ സാധാരണ ഹാജിമാരെ പോലെ വന്നവരല്ല. നാട്ടിൽ നിന്ന് തലശ്ശേരിയിൽ നമ്മൾ പലപ്പോഴായിട്ട് നിയത്ത് ചെയ്തിട്ടുണ്ട്. ഹജ്ജ് 4 തരമാണ്. ഒന്ന് ജാഹിലിയങ്ങളെ ഹജ്ജ്, അത് വേണ്ടാന്ന് തീരുമാനിച്ചിട്ട് വന്നവരാണ് നമ്മൾ. പിന്നെ 3 ഹജ്ജുണ്ട്. ഒന്ന് സാലിഹ്യങ്ങളെ ഹജ്ജ്, പിന്നെ അംബിയാ മുർസലീങ്ങളെ ഹജ്ജ്, പിന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹജ്ജ്. അതല്ല നമ്മളത് വിശദീകരിച്ചിട്ടുണ്ടെന്ന്. സാലിഹ്യങ്ങളെ ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്താ, അംബിയാ മുർസലീങ്ങളെ ഹജ്ജ് എന്താ, മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ഹജ്ജ്. എന്നിട്ട് നമ്മൾ തീരുമാനിച്ച് നിയത്ത് ചെയ്തത് എന്തായിരുന്നു അന്ന്? ഏത് ഹജ്ജ് വേണമെന്നാണ് നിയത്ത് ചെയ്തത്? മുഹമ്മദുർ റസൂലുള്ളാഹ്. നമുക്ക് സാലിഹ്യങ്ങളെ ഹജ്ജോ അംബിയാ മുർസലീങ്ങളെ ഹജ്ജോ അല്ല നമ്മൾ നിയത്ത് ചെയ്തത്. നമ്മൾ നിയത്ത് ചെയ്തത് മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ ഹജ്ജാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷം ഒരു 15-20 ലക്ഷം ഹാജിമാര് ഭൂലോകത്തിന്റെ നാനാഭാഗത്തൊന്നും ഇവിടെ ഒന്ന് കൂടിയാൽ ആ 20 ലക്ഷം ഹാജിമാരുടെയും കബൂലിയത്തിന് നമ്മൾ ആരാവണം? കാരണക്കാരാവണം. അത് ഇവിടുന്നേ തുടങ്ങണം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ബുദ്ധി തുറന്നു വിട്ടിട്ട് കാര്യമില്ല, ഹൃദയം തുറന്നു കിട്ടണം. ഇങ്ങനെ റസൂലുള്ളാഹി തങ്ങളടുത്ത് എത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആരാണെന്ന് റസൂൽ തങ്ങളെ ബോധിപ്പിക്കണം. എന്നാലേ ആ അസ്സലാമു അലൈക്കും അങ്ങോട്ട് എത്തുള്ളൂ. കാരണം അസ്സലാമു അലൈക്കും ജീവിച്ചിരിക്കുന്ന നബിയോട് പറയും പോലെ പറഞ്ഞാൽ ശരിയാവില്ല. നമ്മുടെ ആ മുമ്പിൽ പോയിട്ട് അസ്സലാമു അലൈക്കും പറഞ്ഞാലും അത് നമ്മൾ മൊബൈൽ ഫോൺ പോലെയാണ്. നമ്മളിപ്പം മൊബൈലിലൂടെ സംസാരിക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് മുകളിലേക്ക് പോകുകയല്ലോ, അത് ഈ സാറ്റലൈറ്റ് വഴി ഇങ്ങനെ പോയിട്ടല്ലാണ് പോകുന്നത്. ഇതേപോലെ തന്നെ വഫാത്തിന് ശേഷമുള്ള സലാം, ഈ ഹയാത്ത് കാലത്തുള്ള സലാം ഡയറക്റ്റ് ആണ്, നേർക്കുനേരെയാണ്. നമ്മളിപ്പോൾ സംസാരിക്കുന്ന പോലെ വഫാത്തിന് ശേഷമുള്ള സലാം നമ്മൾ അസ്സലാമു അലൈക അയ്യുഹൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് ഹബീബിന്റെ ഖബറിന്റെ അടുത്ത് പോയി എന്നിട്ട് പറയുമ്പോൾ ആ സലാം ആ ഖബറിലേക്ക് തുളച്ച് കയറുകയല്ല ചെയ്യുക. അത് നേരെ നെറ്റ്വർക്കിലേക്ക് പോകും, ആകാശത്തിലേക്ക് പോകും, അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്തും. അള്ളാഹു തആല ഏതെങ്കിലും ഒരു മലക്കിനെ നിശ്ചയിക്കും, ഇന്ന ആള് സലാം പറഞ്ഞുവിട്ടിട്ടുണ്ട്, അതുകൊണ്ട് പോയിട്ട് എന്റെ മുഹമ്മദോട് പറഞ്ഞിട്ട് വാ. അങ്ങനെ എല്ലാം അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ദീൻ എന്ന് പറഞ്ഞാൽ അഭൗതികമാണ് സഹോദരന്മാരത്. ഭൗതിക കാഴ്ചപ്പാടോ ദീൻ മനസ്സിലാവില്ല. അള്ളാഹു താല ആ സമയത്ത് ഉദ്യോഗസ്ഥനെ അയക്കുകയാണ്. റസൂലുള്ളാഹി എന്താ പറഞ്ഞത്? നിങ്ങൾ ഭൂമിയിൽ എവിടെ വെച്ചൊരു സലാം പറഞ്ഞാലും ശരി, അത്താനി ജിബിരിൽ, എന്റെ അടുക്കൽ ജിബിരിയിൽ വരും, എന്നിട്ട് എന്നോട് പറയും ഇന്നാളെ മോൻ ഇന്നാളെ നിങ്ങൾക്ക് സലാം പറഞ്ഞിട്ടുണ്ട്. അപ്പം വഅലൈഹിസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് ഞാൻ പറയും. അപ്പൊ സഹാബാക്കൾ ചോദിച്ചു, അതിന് നിങ്ങൾ അന്ന് ഖബറിൽ ഉണ്ടാവുമോ നബിയെ ചോദിച്ചു. സഹാബാക്കൾ ചില്ലറക്കാരൊന്നുമല്ല, അവർ നല്ലവരാ, പാവങ്ങളാ, അവർ നിഷ്കളങ്കരാ. അവരെന്തുണ്ടെങ്കിൽ അപ്പം ചോദിക്കും റസൂലുള്ളാഹിയോട്, തങ്ങളെ അപ്പം നിങ്ങൾ ഖബറിൽ ഉണ്ടാകുമോ, നിങ്ങളുടെ ശരീരമൊക്കെയാണ് ബാക്കി ഉണ്ടാവുക അപ്പം മലക്ക് വരുമ്പോ. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സഹാബാക്കളോട് ചിരിച്ചുകൊണ്ട്, നിങ്ങൾക്ക് അറിയില്ലേ അംബിയാ മുർസലീങ്ങളുടെ ശരീരം അല്ലാഹു തആല ഭൂമിയുടെ മേൽ ഹറാമാക്കിയിരിക്കുന്നു എന്ന വിഷയം നിങ്ങൾ അറിയില്ലേ? എന്നാലും ഡയറക്റ്റ് പോവുകയല്ല എന്നല്ലേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുന്നത്. അത് ആളെ പോയി പറഞ്ഞാലും ഡയറക്റ്റ് അല്ല പോവുക, അപ്പം തന്നെ നെറ്റ്വർക്ക് ആകാശത്തിലേക്ക് പോവുക. അങ്ങ് പോയിട്ട് വേണം വരാൻ. അങ്ങ് വരണമെങ്കിൽ നാം ആദ്യം അള്ളാഹുവിനടുത്ത് കബൂലാകണം. നമ്മളിവിടെ നമ്മൾ തോന്നിയ പോലെ ജീവിച്ച് ഹാജിയാന്നും പറഞ്ഞു ഉംറാന്നും പറഞ്ഞു ആണും പെണ്ണും കൂത്താടി ജീവിച്ചിട്ട് നബിയടുത്ത് പോയിട്ട് അസ്സലാമു അലൈക്കും റസൂലുള്ളാഹി ബഹളം വെച്ചാൽ ഇതൊന്നും അങ്ങത്തൂല. ഇതെല്ലാം പഠിച്ചു ചെയ്യേണ്ട കേസാ, വളരെ ഗൗരവത്തിന് ചിന്തിച്ചിട്ട് ചെയ്യേണ്ട കേസാ ഇതൊക്കെ. ഇത് നമ്മളിങ്ങനെ നേർച്ച വീഡിയോ നടക്കുന്ന കാര്യമൊന്നുമല്ല ഇത്. അവിടെ പഠിച്ചേ പറ്റൂ. മദീന മുനവ്വറിൽ എത്തുന്നതിന് മുമ്പ് ആ അഷ്റഫുൽ ഖൽക്കിന്റെ മുമ്പിൽ ഞാൻ ഹാജരാവാൻ യോഗ്യനാണോ എന്ന് കഅബാലയത്തിന്റെ തണലിൽ നെഞ്ചത്ത് കൈവച്ചിട്ട് ചോദിച്ച് പഠിച്ചേ പറ്റൂ. അതിനാണ് ഈ ദിവസം മുഴുവനും നിങ്ങൾ ഈ മക്ക മുക്കറമയിൽ ജീവിക്കാനുള്ള സൗഭാഗ്യം ചില്ലറ സൗഭാഗ്യമല്ല. ഹജ്ജിന് വരുന്നവർ ആദ്യം വരേണ്ടത് മക്കത്തേക്ക് തന്നെയാ. എന്നിട്ട് അള്ളാഹുവിനെയാണ് ബോധ്യപ്പെടുത്തേണ്ടത്, അള്ളാഹിന്റെ അടുത്തേക്കാണ് ഒപ്പിട്ട് കൊടുക്കേണ്ടത്, അള്ളാഹിന്റെ കഅബാലയത്തിലാണ് മെമ്പറാവേണ്ടത്. എന്നിട്ട് ഇവിടുത്തെ യോഗ്യതകൾ നേടിയെടുക്കണം. 10-15 ദിവസം കൊണ്ട് ആ യോഗ്യതകളുമായി എവിടത്തേക്ക് പോകണം? ഹബീബിന്റെ ഹദറത്തിലേക്ക് പോകണം. അപ്പൊ മർഹബാ പറയും ഹബീബ്, അല്ലെങ്കിൽ എന്ത് പറയും? പോടാന്ന് പറയും. മുഖത്ത് രോമം കൂടി മുളക്കാൻ തുടങ്ങിയിട്ടില്ല നമുക്ക്, എന്നിട്ടില്ല പിന്നെ ബാക്കി. ഇങ്ങനെ ചെലവില്ലാത്ത കേസാന്ന് മുഖത്ത് രോമം മുളക്കല്, അതുവരെ മുളക്കാൻ തുടങ്ങിയിട്ടില്ല. വയലായ വയത് മുഴുവനും കേട്ടിട്ടും
കാരണം എന്തുകൊണ്ടാണ് അടിച്ചേൽപ്പിക്കാൻ ആരും ഇവിടെ അതില്ല, പോലീസും പട്ടാളൊന്നും ഇവിടെ ഇല്ല, ഇവിടെ പറഞ്ഞു കൊടുക്കൽ മാത്രം. 10, 60, 70 വയസ്സായിട്ട് മുഖത്ത് രോമം മുളച്ചിട്ടില്ല അഷ്റഫുൽ ഖൽക്കിന്റെ മുമ്പിലേക്ക് പോകാൻ. എന്നിട്ടല്ലേ ബാക്കിയുള്ള കാര്യം, നിസ്കാരവും നോമ്പും സക്കാത്തൊക്കെ പിന്നെയല്ലേ, മുഖത്ത് രോമം മുളച്ചോ ഇതുവരെ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നസീബാക്കി തരട്ടെ. എന്റെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ രീതിയിൽ ബാക്കിയുള്ള ദിവസം 6-7 ദിവസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് നമ്മൾ നന്നായിട്ട് മുതലായിക്കൊള്ളണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മദീനയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് മുഹമ്മദ് റസൂൽ എത്തണം. ഒരു 10 ദിവസം നമ്മളെ മക്കത്ത് മദീനത്ത് ഉണ്ടാവും. ഹജ്ജ് വിശദമായിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് മദീനയിൽ വെച്ച് പഠിക്കണം. ഹബീബിന്റെ ഹദ്റത്തിൽ, ഹബീബിന്റെ അയൽവക്കത്ത് താമസിച്ചുകൊണ്ട് നമുക്ക് ഹജ്ജിനെ പറ്റി പഠിക്കണം. എന്നിട്ടൊരു പുതിയ ജീവിതവുമായിട്ട് വേണം. നേരത്തെ ഇവിടെ പറഞ്ഞ വിഷയങ്ങൾ 1, 2, 3 എണ്ണം. ഒന്ന് അറവാണ്. അറവിന് അബ്ദുൽ ലത്തീഫ് സാഹിബ് ഏർപ്പാടുകൾ ഉണ്ടാക്കാറുണ്ട് എല്ലാ വർഷത്തിലും. അതേപോലത്തെ ഏർപ്പാടുകൾ ഇപ്പോഴും ഉണ്ട്. അദ്ദേഹത്തിന്റെ അടുക്കൽ 400 റിയാലും കൊടുത്ത് നിങ്ങളെ ഫിദിയ അല്ലെങ്കിൽ കഫാറത്തിന് വരുന്നേ ഉള്ളൂ, ഹജ്ജ് കഴിഞ്ഞ ശേഷം വരുന്ന കേസാണ്, ആ സമയത്ത് ഏൽപ്പിക്കാം. അതുകൊണ്ട് ഇപ്പോഴേ പൈസ ലാഭമാക്കിയിട്ട് അപ്പുറം ഇപ്പുറം പോയിട്ട് എന്തെങ്കിലും ചൈനക്കാരന്റെ സാധനം വാങ്ങി തീർത്തിട്ട് പൈസ ഇല്ലാന്ന് അറബ് നിർബന്ധം. കാരണം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ നബിനെ അറുത്തത് ബിരിയാണി വെക്കാനില്ല എന്നുള്ള ഓർമ്മ നമുക്ക് എപ്പോൾ ഉണ്ടാവണം. അങ്ങനെ നമ്മൾ എന്തിനും കണക്ക് കൂട്ടൂല, ഒരു കാര്യത്തിനും കണക്ക് കൂട്ടൂല. ഇപ്പം മാർക്കറ്റിൽ കയറിയാൽ ഒന്നും കണക്കില്ല, മക്കൾക്ക് വേറെ, പേരക്കുട്ടിക്ക് വേറെ, മരുവക്കൾക്ക് വേറെ. പക്ഷെ അറവിന്റെ അടുത്തെത്തുമ്പോൾ 6000 റുപ്യ നമുക്ക് അറവ് ഒഴിവാക്കാൻ എന്താ പരിപാടി, ഒരു ബസ് സ്പെഷ്യലാക്കിയിട്ട് ജോഫയിലേക്ക് പോയിട്ട് ഇറാൻ കിട്ടിയാലോ, അപ്പോൾ ഒഴിവ് കിട്ടുമല്ലോ എന്നിങ്ങനെ അള്ളാഹ്ക്കുള്ളത് ഒഴിവായി കിട്ടാനുള്ള ശ്രമത്തിലും മക്കൾക്കുള്ളത് കൂടുതൽ കടം വാങ്ങിയിട്ടെങ്കിലും പാക്ക് ചെയ്യേണ്ട തിരക്കിലുമാണ്. ഇത് ശൈത്താന്റെ വലിയൊരു ഇടപെടലാണ്. ഒരറവ് തീർച്ചയായിട്ടും അർത്തിരിക്കണം, നിർബന്ധമായാലും ശരി, ആയില്ലെങ്കിലും ശരി ഒരറവ്. എന്തുകൊണ്ട്? അന്ന് ഹസ്രത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പൊന്നുമോനെ അറുക്കാൻ വേണ്ടിയിട്ട് പോയത് ഈസ്മനയിലേക്കാണ്. അറുത്തിട്ട് ഞാൻ എന്താണ് ഈ മയ്യത്ത് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചില്ല ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അള്ളാഹിനോട്. അറുത്തതിന് ശേഷം ഞാൻ ഇവനെ എവിടെ അടക്കേണ്ടതും ചോദിച്ചില്ല, അറുക്കാൻ പറഞ്ഞു, അറുക്കാൻ തയ്യാറായി. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആ അറവ് നടത്തിയതൊന്നും തന്നെ ബിരിയാണി വെക്കാനുമല്ല, നമുക്ക് തിന്നാനും അല്ല, ആർക്കും തിന്നാനല്ല. പക്ഷെ അള്ളാഹു നമുക്കൊരു തൗഫീഖ് ചെയ്തത് എന്താണ്? മുഹമ്മദ് ഈ ഉമ്മത്തിന് മുഴുവനും അള്ളാഹു ഇബ്രാഹിം നബിനെ വെച്ചുകൊണ്ടൊരു തൗഫീഖ് എന്താണ്? അന്നെങ്ങാനും ഇസ്മായിലിന്റെ കഴുത്ത് അറുത്തു പോയിരുന്നുവെങ്കിൽ ഇന്ന് ഹജ്ജിന് ഇത്രയും തിരക്കുണ്ടായിരുന്നില്ല. നമുക്ക് സുഖമായിട്ട് തവാഫ് ചെയ്യാമായിരുന്നു. കുറച്ച് ഇമാം പോടേണ്ടേ ഉള്ളൂ, മൂത്ത മോനെയും കൂട്ടിയിട്ട് വരേണ്ടി വരുമായിരുന്നു. എന്നിട്ട് മിനായിൽ ആ മോനെ അറുക്കേണ്ടി വരുമായിരുന്നു. അള്ളാഹു നമ്മളെ സഹായിച്ചു, വലിയ സഹായം. കാരണം അള്ളാഹു പറഞ്ഞ അർത്ഥേ പറ്റൂ. അവിടെ പിന്നെ ആരെല്ലോ ഇടപെടാൻ തുടങ്ങും, ബലിയാണ്, നരബലിയാണ്, മറ്റേ ഒരു ബലിയും പ്രശ്നമല്ല. അള്ളാഹ് പറഞ്ഞാണെങ്കിൽ ഒരു ബലിയും പ്രശ്നമല്ല. അന്ന് ഇബ്രാഹിം നബി എങ്ങാനും കഴുത്ത് അറുത്തിരുന്നുവെങ്കിൽ നമ്മൾ ആൺകുട്ടികൾ മൂത്ത മോനെയും കൂട്ടിയിട്ട് വരേണ്ടി വരുമായിരുന്നു ഹജ്ജിന് വേണ്ടിയിട്ട്. മോനില്ലെങ്കിൽ അവർക്ക് ഹജ്ജ് ഫർലാവുമായിരുന്നില്ല. എത്ര പേര് തയ്യാറാവും? നല്ല സൗകര്യമായിരുന്നു അല്ലേ, സുഖമായിട്ട്. ധൈര്യമുള്ളവർക്ക് അർക്കാൻ എന്താ കുഴപ്പം? അള്ളാഹ് പറഞ്ഞത് കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മോനെ അർക്കുന്ന വിഷയമായിരിക്കില്ല, അവർക്ക് നല്ല സുഖമായി. എന്നാലും അള്ളാഹു സാധിച്ചു നാം ഇബ്രാഹിമിന് തണ്ടമായിട്ട് നൽകിയ ഒരു അറുക്കാൻ ആ അറവാണ്. അതുകൊണ്ട് അതിൽ വകുപ്പ് നിയമവും എനിക്ക് അറുക്കണോ, നിർബന്ധമുണ്ടോ, സുന്നത്തുണ്ടോ, ഫർദുണ്ടോ, ഇതൊന്നല്ല വിഷയം. അറുക്കുക ഒരറിവെങ്കിൽ. അഷ്റഫുൽ ഹക്ക് എത്ര അറുത്തു? നിയമപ്രകാരം ഒരൊട്ടകത്തെ അർത്ഥം നിങ്ങൾ അഷ്റഫുൽ ഹക്ക് ഹജ്ജത്തുൽ വിദായിൽ 100 ഒട്ടകത്തെ അറുത്തു. 100 ഒട്ടകത്തെ 63 ഹബീബിന്റെ തൃക്കൈ കൊണ്ട്, 60 ഹബീബിന്റെ തൃക്കൈ കൊണ്ടത്. ബാക്കി അരിന്റെ കൈ കത്തി കൊടുത്തിട്ട് പറഞ്ഞു ബാക്കി അറുക്കാൻ. എന്തിനാ 100? അന്ന് ആകെ 1,24,000 സഹാബാക്കളെ കൂട്ടത്തില് ഏതാണ്ട് 1,00,000 കവിഞ്ഞ് മാത്രമേ നബികൾ ഒന്നിച്ചുള്ളൂ. ഈ 100 ഒട്ടകത്തെ തിന്നാൻ ഈ 1,00,000 ആൾക്കാർക്ക്. അപ്പൊ ബാക്കിയുള്ള സഹാബാക്കള് അത്രമാത്രം അറുക്കുക, ലജ്ജ് വസജ്ജ്, രക്തം കൂടുതൽ ഒഴിപ്പിക്കുക. ഇന്ന് അൽഹംദുലില്ലാഹ് അത് ലോകത്തിന്റെ നാനാഭാഗത്ത് എത്തിക്കാനും പാവപ്പെട്ട ആൾക്കാർക്ക് എത്തിക്കാനും ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ലേബർ ക്യാമ്പുകളിലൊക്കെ 10, 200, 300 ശമ്പളവും വാങ്ങിയിട്ട് കഷ്ടപ്പെടുന്ന എത്രയോ ആൾക്കാർ. ഒന്ന് നമ്മുടെ ഇതേപോലെ ഗ്രൂപ്പിന്റെ ആൾക്കാർ മനസ്സിൽ വെച്ചാൽ അവരൊക്കെ കൊല്ലം ഈ തിന്നാൻ മാത്രം ഇറച്ചി അവരെ എത്തിക്കാൻ പറ്റും. അങ്ങനെ സംവിധാനമാണ് നേരത്തെ പറഞ്ഞത്. അതുകൊണ്ട് ആ ഒരു 400 റുപ്യ കൊടുത്ത് അവനവന്റെ പേരും ബാപ്പാന്റെ പേരും കൊടുത്ത് വക്കാലത്താക്കിക്കൊള്ളും അദ്ദേഹത്തെ. അങ്ങനെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. ഇനി പിന്നെ അദ്ദേഹം അല്ലായിട്ട് ആയിക്കോളും, ബാക്കി നമുക്കതിന് ഉത്തരവാദിത്തം ഇല്ല. നമ്മൾ ഒരു ഏൽപ്പിക്കാൻ കൊള്ളാവുന്ന ഒരാളെ ഏൽപ്പിക്കുക എന്നുള്ളത് മാത്രം നമ്മൾ ഉത്തരവാദിത്തം. വക്കീലിനെ തിരഞ്ഞെടുക്കുമ്പോൾ, തഴയും ചെയ്യുമ്പോൾ അത് ഉത്തരവാദിത്തമുള്ളവരാണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം മതി. അതിനപ്പുറം വേറെ നമ്മൾ അറിയിക്കേണ്ടതില്ല. രണ്ടാമത്തെ വിഷയം പറഞ്ഞത് നേരത്തെ ഈ നിയമപരമായ ചില വിഷയങ്ങളാണ്. അതായത് ഈ ഗവൺമെന്റ്, ഇന്ത്യ ഗവൺമെന്റ് ഇങ്ങനെ എംബസി ഇങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്, പ്രൈവറ്റ് ആജിമാരായാലും ഗവൺമെന്റ് ആജിമാരായാലും ആജിമാരെ ചെന്ന് കണ്ട് അവരുടെ അടുത്ത് നിന്ന് പരാതികളും മറ്റും സ്വീകരിക്കണമെന്ന് ഗവൺമെന്റ് തീരുമാനിച്ച അവസ്ഥക്ക് അവരുടെ ഏജൻസികൾ വരും. ആ വരുന്ന സന്ദർഭത്തിൽ നമ്മൾ പിന്നെ നിങ്ങൾ ഏത് ഗ്രൂപ്പിൽ വന്നതാ? നമ്മൾ ഫാദിൽ ഗ്രൂപ്പിന്റെ വിസയിൽ വന്നതെന്ന് നോക്കുമ്പോൾ ഫാദിൽ ഗ്രൂപ്പ് ആയിരിക്കൂല,
എന്താ പറയുക, ഗ്രേറ്റ് ഇന്ത്യന്റെ പിന്നെ ഇതായിരിക്കും. അതെന്താ അങ്ങനെ മാറിപ്പോ ബഹളം ഉണ്ടാക്കാൻ മെനക്കുണ്ടാവുകൊണ്ട് നിന്ന് ഒസ്വാസ് തീർക്കാനാണ് അത്രയും ക്ലിയറൻസ് നടത്തിയത്. അവിടെ നമ്മൾ നന്നേ കണ്ടതാണ്, പാസ്പോർട്ടിൽ കണ്ടതാണ് നമുക്ക് വിസ അടിച്ച് തന്നതും എല്ലാം അതിലും അഡ്രസ്സ് എഴുതിയിട്ടുണ്ടല്ലോ. ആ അഡ്രസ്സ് അതേപോലെ പറഞ്ഞാൽ മതി എന്നാ പറഞ്ഞ വാക്കിന്റെ അർത്ഥം. അതൊന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഏത് ഗ്രൂപ്പിലാണ് വിസ അടിച്ച് വന്നത്, ഇന്ന ഗ്രൂപ്പിലാണ്. അതത്ര അവർ പൈസക്കും ചോദിക്കും. അബ്ദുൽ ലത്തീഫ് സാഹിബ് കുറച്ച് മയക്കി വന്നു, പൈസ ഇല്ല, നിങ്ങൾക്ക് എത്ര പൈസ കൊടുത്തിട്ടാണ് വന്നത്. തീർച്ചയായിട്ടും ഈ സ്വന്തം ഇതില്ലാത്തതിന്റെ പേരിൽ ഈ ഗ്രേറ്റ് ഇന്ത്യക്കാർക്ക് ഭയങ്കര പൈസ കൊടുത്തിട്ട് വേണം നമുക്ക് വിസ ആക്കി തരാനുള്ള പൈസ അദ്ദേഹത്തിന് ചിലവാകും. അതേസമയം കണക്കിൽ നിശ്ചയിച്ചിരിക്കുന്ന 2,20,000 മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. അവരും ചോദിക്കുന്നത് അത്രേ ഉള്ളൂ. അപ്പൊ ഇത്ര കൊടുത്തിട്ടുണ്ട്, അപ്പം കുരുത്തക്കട ചെയ്ത് വെച്ചിട്ട് ബഹളം വെക്കും. പിന്നെ ബാക്കിയുള്ള സൗകര്യം അതേപോലെ തിന്നല്, കുടിക്കല്, ഉറങ്ങല്, കക്കൂസ്, AC, മറ്റേ മൂത്ര എന്തെല്ലാം ഉണ്ടോ അത് ചോദിക്കുന്നത് ഞങ്ങൾക്ക് നമ്മളോട് പറഞ്ഞേക്കുന്നത് പറഞ്ഞല്ലോ. ഇതാണ് ആ പറഞ്ഞ വിഷയത്തിന്റെ ചുരുക്കം. ഇൻഷാ അല്ലാഹ് ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. അതുകൊണ്ട് ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴാഴ്ച ക്ലാസ് നടക്കൂല. അന്ന് പോകേണ്ട ഒരുക്കം 4 ദിവസമേ ഇനി ബാക്കിയുള്ളൂ. അത് മുതൽ അതെ ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പറഞ്ഞ വിഷയം തീർക്കുകയും ചെയ്യണം. ഈ പറഞ്ഞ പോലെ കൃത്യസമയത്ത് തന്നെ എത്തുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിനനുസരിച്ച് അമലും അവന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് തുറന്നു